Good evening. Good evening, ma'am. Yeah. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening. Okay, we can start. Who is going to do prayer? ആരാ റെഡി ആയിട്ടുള്ളത്? കുട്ടീസ് ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറയട്ടെ മാം. യെസ് പ്ലീസ്. ഇതാ എങ്ങും എങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കൊടിയിരിക്കണമേ എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. ചില പ്രയർ ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ. പണ്ടത്തെ സ്കൂൾ കാലഘട്ടത്തിലേക്കൊക്കെ പോകുന്നത്. ഓക്കെ, സോ മക്കൾക്കും അമ്മമാർക്കും ഒക്കെ പരീക്ഷയുടെ ചൂടാണോ? മാം. യെസ്. Okay, once again, good evening to all. So, നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു. 3 പേരുടെ സെമിനാർസ്. ഓക്കെ, അങ്ങനെ നമ്മൾ അത് ഫിനിഷ് ചെയ്തു ഓൾമോസ്റ്റ് അല്ലേ. നമുക്ക് റീഡ് ചെയ്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. തീരില്ല, തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കും. സോ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ ഞാൻ എടുത്തെടുത്ത് വരുമ്പോൾ യു ക്യാൻ സെലക്ട് എനി ടോപ്പിക് ആൻഡ് യു ക്യാൻ പ്രിപ്പയർ ഫോർ ദ സെമിനാർ ഓർ അസൈൻമെന്റ്. whoever is comfortable for doing seminar in class, please present. അതല്ലാത്തവര് അസൈൻമെന്റ് ആയിട്ട് എഴുതി സബ്മിറ്റ് ചെയ്യുക. നല്ല പോലെ റിപ്പോർട്ട് പോലെ അങ്ങനെ സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെമിനാർ റിപ്പോർട്ട് പോലെ സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അസൈൻമെന്റ് പോലെ സബ്മിറ്റ് ചെയ്യുക. ദാറ്റ്സ് അപ് ടു യു. ബിക്കോസ് നിങ്ങൾക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസിന്റെ സ്പ്ലിറ്റപ്പ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ പി ജിയുടെ ഒരു പ്രാക്ടിക്കൽ സെഷൻ ആണ് അസൈൻമെന്റ്, സെമിനാർ ഓർ അസൈൻമെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പലർക്കും അത് കൺഫ്യൂഷൻ ആയി. ചെറിയ ചെറിയ അസൈൻമെന്റ് നമ്മൾ അല്ലാതെ തരും. അത് കൂടാതെ ഒരു ടോപ്പിക് എങ്കിലും സെമിനാർ ആയിട്ട് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം. അത് ചിലപ്പോ ഈ ടൈമിൽ ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവരുണ്ടാകും, റിപ്പോർട്ട് ക്ലാസ് കാണുന്നവരുണ്ടാവും. അവർക്കപ്പോ പ്രസന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർക്കാണ്, അങ്ങനെ ജെന്യുവൻ റീസൺ ഉള്ളവർക്കാണ് അത് ഒരു റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയണത്. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ അല്ലേ? പറ്റുന്നവരെല്ലാം അത് സെമിനാർ ആയിട്ട് തന്നെ, അത് 5 minutes ഒക്കെ മതി. നമുക്ക് ഭയങ്കര ഹാഫ് ആൻ അവറിന്റെ സെമിനാർ ഒന്നും വേണ്ട. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുക, ആ ടോപ്പിക് പ്രസന്റ് ചെയ്യുക. കീ പോയിന്റ്സ് മാത്രം മതി, കൂടുതൽ ഇലാബറേറ്റ് ചെയ്തൊന്നും വേണ്ട. കാരണം ശരിക്കും ഈ പി ജിയുടെ കണ്ടന്റ് മോർ ദാൻ ഇനഫ് എന്ന് പറയണ പോലെ കുറേ ഉണ്ട്, കുറേ സ്റ്റഫ് ഉണ്ട്. അത്രയും ആവശ്യമില്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അത് നല്ലൊരു, ഈ ടെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത് നല്ലൊരു റെഫറൻസ് ആയിട്ട് വെക്കാം. ഫർദർ ഈവൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്താലും ഒക്കെ നല്ലൊരു റെഫറൻസ് ആണ്. ഓക്കെ, ഞാനതൊന്ന് ഷെയർ ചെയ്യാം.
സോ നമ്മളുടെ ഫസ്റ്റ് ലെസൺ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുവാണേ. ഫസ്റ്റ് ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതില് മാനേജ്മെന്റ്, അതിന്റെ ഫങ്ഷൻസ്, അതിന്റെ എല്ലാ സ്റ്റെപ്സും പറഞ്ഞ് ഹെൻറി ഫെയലിന്റെ കൺസെപ്റ്റ്സും എല്ലാം പറഞ്ഞ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലേക്ക് വരുമ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു മാനേജ്മെന്റിന്റെ പ്ലസ് പിന്നെ അത് ശരിയായ രീതിയിൽ തന്നെ നടന്നാലുള്ള റിസൾട്ട്, അത് എന്തിനെ എയിം ചെയ്താണ് ഓരോ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും മാനേജ്മെന്റ്. ജസ്റ്റ് നോക്കുമ്പോൾ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും സംവാട്ട് സിമിലർ ആയിട്ട് തോന്നും, ബട്ട് ബോത്ത് ഹാവ് ദെയർ ഓൺ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ. രണ്ടിനും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. പിന്നെ എന്ത് തന്നെയാലും എയിം എന്ന് പറയുന്നത് ഗുഡ് റിസൾട്ട് അല്ലെ, നല്ലൊരു റിസൾട്ടിലേക്ക്. ചില സ്കൂളുകൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു അവിടെ അതുപോലെ റിസൾട്ട് ആയിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. പണ്ട് ഞങ്ങളൊക്കെ 10th പഠിക്കുന്ന സമയത്ത് റാങ്കിങ് സിസ്റ്റം ആയിരുന്നു. അപ്പം ചില സ്കൂളുകൾക്കായിരിക്കും ആദ്യത്തെ കുറെ 10 റാങ്ക് ഒക്കെ ആ സ്കൂളിലേക്ക് തന്നെയായിരിക്കും. അങ്ങനെ വരുമ്പോ ആ പണ്ട് കാലം തുടങ്ങിയുള്ള ആൾക്കാർ ഇങ്ങനെ പറയാം, ആ സ്കൂളിന് അന്ന് തുടങ്ങി ഇങ്ങനെ തന്നെയായിരുന്നു റാങ്ക്. അങ്ങനെ ഓരോ സ്കൂളുകളുടെയും ഒരു പേര് ആവുന്നതിന്റെ കാര്യങ്ങൾ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ അതായിരുന്നു മാനേജ്മെന്റും അതിന്റെ ആപ്ലിക്കേഷൻസും അതിന്റെ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലാണ് മാനേജ്. നമ്മൾ ആദ്യം ജനറൽ ആയിട്ട് ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് മാനേജ്മെന്റ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു വന്നു. എഡ്യൂക്കേഷണൽ സെറ്റിംഗിലേക്ക് വരുമ്പോൾ നമ്മൾ മാനേജ്മെന്റ് കാര്യം നമ്മൾ സൈക്കോളജി പഠിച്ച പോലെ തന്നെ അല്ലേ, ജനറൽ ആയിട്ട് നമ്മൾ സൈക്കോളജി എന്താന്ന് പറഞ്ഞിട്ട് നമ്മളത് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലേക്ക് വരുമ്പോൾ, അപ്പോ നമ്മൾ അന്ന് സൈക്കോളജി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു സ്റ്റിഗ്മയായിരുന്നു സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ. ബട്ട് എഡ്യൂക്കേഷണൽ സെറ്റിംഗിലേക്ക് വന്നപ്പോഴേക്കും അതിന്റെ ആപ്ലിക്കേഷൻസ് വന്നപ്പോൾ ആളുകൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ തുടങ്ങി. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ബിഹേവിയറൽ അനാലിസിസ് ഇസ് വെരി നീഡഡ് അല്ലെ, വളരെ ആവശ്യമാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. ഓക്കെ, ഞാൻ വായിക്കാനൊന്നും നമുക്ക് വായിച്ച് നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. ബട്ട് എനിവേ ഇങ്ങനെ പോകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ പ്ലീസ് ടെൽ മീ ഫ്രാങ്ക്ലി, വി വിൽ ഗോ ദ പ്രീവിയസ് വേ. ഓക്കെ, കാരണം സമയമില്ല എന്ന് പറയാൻ കാരണം നമ്മൾക്ക് തീരില്ല. But that doesn't mean that we don't go through anything. അങ്ങനെയല്ല, നമ്മളിതെല്ലാം കണക്ട് ചെയ്ത് പോകും. അപ്പം ഏതെങ്കിലും പോർഷൻ കണക്ട് ചെയ്യാതെ അങ്ങനെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, പ്ലീസ് ഡു ഇറ്റ് ആസ് സെമിനാർ. പിന്നെ അതും കൂടെ അങ്ങ് കവർ ചെയ്ത് പോകുമല്ലോ. സോ അക്കാദമിക് ഏരിയസിൽ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന്റെ ഷെയർ ചെയ്തില്ല അല്ലെ. അക്കാദമിക് സെറ്റിംഗ്സിൽ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റ്. ഓക്കെ, നമുക്ക് അക്കാദമിക് സെറ്റിംഗ്സ് അല്ലെങ്കിൽ അക്കാദമിക് ഏരിയാസ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം കവർ ചെയ്യും? പ്ലീസ് ടെൽ. എന്തെല്ലാം കവർ ചെയ്തു വരും? നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, നമ്മളുടെ പണ്ടത്തെ സ്കൂൾ കാലഘട്ടം ഒന്ന് കണക്ട് ചെയ്യാം. കുട്ടികൾ ഇപ്പൊ പല പല കാര്യങ്ങളും സ്കൂളില് പലതും റിലേറ്റഡ് പല ആക്ടിവിറ്റീസ് അവർക്കുണ്ട്. സോ എന്തൊക്കെ കാര്യങ്ങൾ വരും അക്കാദമിക് ഏരിയാസ് എന്ന് പറയും? പ്ലീസ് പറ്റി ആരും മിണ്ടുന്നില്ലല്ലോ. എന്തെല്ലാം വരാം ഒരു അക്കാദമിക് ഏരിയ എന്ന് പറയുമ്പോ? സ്പോർട്സ് വരാം. ഓക്കെ, കൾച്ചറൽ പ്രോഗ്രാംസ്. കോ കരിക്കുലറിൽ പെടും അതെല്ലാം അല്ലെ. പിന്നെ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, ഫാക്കൽറ്റീസ് ഒക്കെ അതെല്ലാം വരും. ഒരു സ്കൂളിന്റെ ബാക്ക് ബോൺ എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. കുറേ ഏരിയാസ് ഒരേപോലെ നിൽക്കുമ്പോഴാണ് ആ സ്കൂളിന്റെ കറക്റ്റ് ഒരു ബാക്ക് ബോൺ ആയിട്ട് വരുന്നത്. അതുപോലെ അഹല്യ പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയില്ല. ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ. ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എല്ലാവരും അതിലേക്കുള്ള ഒരു നെട്ടോട്ടമാണ് എല്ലാവരും ചെയ്യുന്നത്. കുട്ടികളെ കുറ്റം പറയുന്ന ഒരു ടെൻഡൻസിയും കൂടെയൊക്കെ വരുന്നുണ്ട്. ബട്ട് അതിനേക്കാൾ അത് അവര് ഓരോന്ന് ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യുക. വി ആർ ഷോയിങ് ദം, സോ ദേ ആർ ഡൂയിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അതുകൊട്ടെ നമുക്കത് ഡിസ്കസ് ചെയ്യാൻ സമയമില്ല. എനിക്ക് ഐ ലൈക്ക് ടു ഡിസ്കസ് ദാറ്റ് തിങ്സ് ബിക്കോസ് മോണ്ടിസോറിയുമായിട്ട് കണക്റ്റഡ് ഒക്കെ ആണല്ലോ. നമുക്ക് മോണ്ടിസോറി ക്ലാസ് റൂംസിൽ ചെയ്യാം.
ഓക്കെ, ഇപ്പൊ സ്റ്റുഡൻസിന്റെ കരിക്കുലം, ക്ലാസ് റൂം ആക്ടിവിറ്റീസ്, അങ്ങനെ പല ലേണിംഗ് പ്രോസസ്, ഇങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട് അക്കാദമിക് ഏരിയയിൽ അല്ലെ. അപ്പൊ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഒരു ക്രൂഷ്യൽ റോളാണ് സ്കൂൾ അക്കാദമിക് ഏരിയാസിലുള്ളത്. ഇംപെറേറ്റീവ് റോൾ, ഒരു ക്രൂഷ്യൽ റോളാണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന് സ്കൂൾ അക്കാദമിക് ഏരിയാസിലുള്ളത്. ഇനി സ്കൂൾ, ആ സ്കൂൾ എന്നുള്ളത് എടുക്കുമ്പോ സ്കൂളിനെ നമ്മളൊരു ടോട്ടൽ ഒരു യൂണിവേഴ്സ് പോലെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൽ ഓരോ യൂണിറ്റ് ആണ് ക്ലാസ് റൂംസ് അല്ലെ. KG തുടങ്ങിയിട്ട് ക്ലാസ് റൂംസ് ഉണ്ടെന്ന് വിചാരിക്കുക 12th വരെ. സോ ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ കുറെ ക്ലാസ് റൂംസ് വരുന്ന ഒരു യൂണിറ്റ് ആണ് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പൊ സ്കൂൾ മാനേജ്മെന്റിന്റെ എസെൻഷ്യൽ പാർട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂം മാനേജ്മെന്റ്. ഒരു സ്കൂൾ മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ യൂണിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഓരോ ക്ലാസ് റൂമും മാനേജ് ചെയ്യണം, അപ്പോഴാണ് ഓവറോൾ സ്കൂൾ മാനേജ്മെന്റ് ആകുന്നത്. പിന്നെ കരിക്കുലം ഡെവലപ്മെന്റ് അത് ബേസിക് ആണ് ഫോർ ടീച്ചേഴ്സ് ആൻഡ് ചിൽഡ്രൻ. ശരിക്കും ഓരോ വർഷവും അപ്ഡേഷൻ നടക്കുന്നുണ്ട്, പക്ഷെ അത് ശരിയായ രീതിയിലുള്ള അപ്ഡേഷൻ, സിസ്റ്റം ശരിയായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാത്ത കൊണ്ടാണ് പലതും റിസൾട്ടുകൾ പാർഷ്യലി ആകുന്നത്, ഒന്നും കിട്ടാതെ പോകുന്നത്, തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നത്. അപ്ഡേഷൻ സയന്റിഫിക് ആയിട്ട് നടക്കണം. അതായത് കരിക്കുലം ഡെവലപ്മെന്റ് അത് വളരെ മസ്റ്റ് ആണ്. ഓക്കെ, പഴയ കാലഹരണപ്പെട്ട കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കരുത്. അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് സ്മാർട്ട് ക്ലാസ് റൂം ഒക്കെ വന്നത്. അപ്പോൾ പഴയ അതൊന്നും പുതിയ ഒരു എപ്പോഴും മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. വരുന്ന കുട്ടികൾക്കനുസരിച്ച് നമ്മൾ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഉണ്ടാക്കുന്നു. അതായിരുന്നു അന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മറിയം മോണ്ടിസോറി ചെയ്തത്. അല്ലാതെ ഒരേ ടൈപ്പ് ക്ലാസ് റൂം അല്ലായിരുന്നു എപ്പോഴും, ഒരേ ടൈപ്പ് ലേണിംഗ് പ്രോസസ് അല്ലായിരുന്നു എല്ലാ കാലത്തും. അപ്പൊ അവിടെ അതിന്റെ ഡെവലപ്മെന്റ് നടത്തണം. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സ്കൂൾ മാനേജ്മെന്റ് സ്റ്റാർട്ട്സ് ഫ്രം ദി മാനേജിങ് ഓഫ് ക്ലാസ് റൂംസ്. സ്കൂളിലെ ഓരോരോ ചെറിയ യൂണിറ്റ്സ് ആണ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഓരോ ക്ലാസ് റൂം മാനേജ് ചെയ്യുമ്പോഴാണ് സ്കൂൾ മാനേജ്മെന്റ് കംപ്ലീറ്റ് ആവുന്നത്. ഇനി അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ക്ലാസ് റൂം മാനേജ്മെന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സ്കൂൾ മാനേജ്മെന്റിലേക്ക് ഓവറോൾ ഇതിലേക്ക് എത്തണമെങ്കിൽ ഫ്രം ദ ബിഗിനിങ് ക്ലാസ് റൂം എന്നുള്ള ആ ചെറിയ യൂണിറ്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ്? ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടാവും? സ്റ്റുഡൻസ്, ടീച്ചേഴ്സും സ്റ്റുഡൻസും അവരുടെ ഒരു പ്രൈവസി സ്പേസ് ആണ് അല്ലെ ക്ലാസ് റൂം എന്ന് പറയുന്നത്. പുറത്തുനിന്ന് ആ ഒരു ടീച്ചർ നിൽക്കുമ്പോൾ വേറൊരാൾ വരുന്നില്ല. സോ ആ ടീച്ചറുടെയും സ്റ്റുഡൻസിന്റെയും ഒരു നല്ലൊരു സ്പേസ് ആയിരിക്കണം ക്ലാസ് റൂം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് റൂം മാനേജ്മെന്റ് ആണ് നമ്മൾ ഫ്രം ദ ബിഗിനിങ് അത് നോക്കുന്നത്. ഇനി ഈ ക്ലാസ് റൂം മാനേജ്മെന്റ് നോക്കുമ്പോൾ ഈ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറഞ്ഞല്ലോ, നമ്മളുടെ കുട്ടികള് ആക്റ്റീവ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു സ്കൂളിൽ നിന്നുള്ള രണ്ടാമത്തെ എൻവയോൺമെന്റ്, അവരെ ജനിച്ച് അവരുടെ കുറച്ച് വർഷങ്ങൾ അവർ വീട് എന്നുള്ള എൻവയോൺമെന്റിലാണ്. കുറച്ച് കഴിയുമ്പോൾ അവര് ക്ലാസ് റൂം എന്നുള്ള എൻവയോൺമെന്റിലേക്ക് പോകും. അതായത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയ സ്കൂളിലെ ക്ലാസ് റൂമിലേക്ക് കുട്ടികൾ പോവുകയാണ്. സോ ദാറ്റ് മീൻസ് അവർ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു 95% അവരുടെ ആക്റ്റീവ് ആയിരിക്കുന്ന ടൈം ക്ലാസ് റൂമിലായിരിക്കും അല്ലെ. ബാക്കി അവർ വീട്ടിലെത്തി കഴിഞ്ഞാൽ എന്താ, കുറച്ചു നേരം കളിക്കും, ഹോംവർക്ക് ഉണ്ടെങ്കിൽ ചെയ്യും, കുറച്ചു നേരം പാരന്റ്സിന്റെ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ സിബ്ലിങ്സിന്റെ കൂടെ ഒക്കെ സ്പെൻഡ് ചെയ്യും, പിന്നെ അവരങ്ങ് ഉറങ്ങുവാണ് ഭക്ഷണം കഴിച്ചിട്ട്. അപ്പൊ അവരുടെ ആക്റ്റീവ് ആയിരിക്കുന്ന ടൈം കൂടുതലും സ്കൂളിലാണ്. ദാറ്റ് മീൻസ് ആ ടൈമില് അവർക്ക് എന്തൊക്കെ കിട്ടണം? ഒരു കുട്ടിയുടെ ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ്. അപ്പൊ ആ സമയത്ത് കുട്ടിക്ക് ആ ക്ലാസ് റൂമിൽ നിന്ന് എന്തെല്ലാം കിട്ടണം? നോളജ്, ഡെഫിനറ്റ്ലി നോളജ്. കെയറിംഗ്, സപ്പോർട്ട്, sharing, support, അതായത് how to handle the problems. അതായത് ഹീസ് ഗെറ്റിംഗ് ന്യൂട്രിയൻസ് അല്ലെ. ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് ന്യൂട്രിയൻസ് കിട്ടുക. ന്യൂട്രിയൻസ് ഉദ്ദേശിച്ചത് ഭക്ഷണത്തിന്റെ ന്യൂട്രിയൻസ് അല്ല, അവന്റെ മെന്റൽ ഡെവലപ്മെന്റിന് പറ്റുന്ന ന്യൂട്രിയൻസ് കിട്ടുകയാണ്. കെയറിംഗ്, ഷെയറിംഗ്, അഫെക്ഷൻ, ലവ്, റെസ്പെക്ട്, സപ്പോർട്ട്, അങ്ങനെയുള്ളതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഫാക്ടേഴ്സ് ആ ഒരു ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുക. വാല്യൂസ് അല്ലെ, മോറൽ വാല്യൂസ്, Controls emotions. ഇമോഷൻ കൺട്രോളും, അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ഒരു മോറൽ വാല്യൂസും, മോറൽ സപ്പോർട്ട്, റെസ്പെക്ട്, സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട്, മ്യൂച്വൽ ലവ്, മ്യൂച്വൽ റെസ്പെക്ട്, റെസിപ്രോക്കൽ ഹെൽപ്പ് എല്ലാം അവിടെ വരുവാണ്. സോ അങ്ങനെയുള്ള വാല്യൂസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് റൂം, ആ രീതിയിലായിരിക്കണം ആ ക്ലാസ് റൂമിന്റെ
രീതികൾ. ഓക്കെ, സോ സർട്ടൻ വാല്യൂസ്, ഹ്യൂമൻ റെസ്പെക്ട്, അതുപോലെ തന്നെ സെൽഫ് ഡയറക്ഷൻ, ഗ്രൂപ്പ് കൊഹീഷൻ. ഗ്രൂപ്പ് കൊഹീഷൻ എന്ന് പറയുന്നത് ടുഗദർനെസ് ആണ് കേട്ടോ. ഗ്രൂപ്പ് കൊഹീഷൻ എന്ന് പറയുന്നത് കാരണം നമ്മൾക്ക് ആ ടുഗദർനെസ് ഉള്ളപ്പോഴാണ് നമുക്ക് സോഷ്യലൈസ് ചെയ്യുമ്പോഴാണ് ടുഗദർനെസ് ഒരുമിച്ച് കൂടുന്ന ആ ഒരു ടൈമിലാണ് പലപ്പോഴും ഈ കൊഹീഷൻ, ആ ഒരു വാല്യൂ, ആ ടുഗദർനെസ് നമ്മളിൽ വരുന്നത്. എന്നോട് ഏതോ ഒരു ക്ലാസ്സിലെ കുട്ടിയോട് ചോദിക്കണ്ടായി, കാരണം അവർക്ക് മോണ്ടിസോറി മെത്തേഡ് ലേൺ ചെയ്യാൻ തുടങ്ങിയപ്പോ ഒത്തിരി മാറ്റങ്ങൾ വന്നു. അപ്പൊ പഴയ ഞാൻ എങ്ങനെയായിരുന്നു എന്ന് എന്നോട് ചോദിച്ചു. അപ്പം എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാമായിരുന്നു, ഞാനൊരു ഐസൊലേഷൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. എനിക്ക് ഒറ്റയ്ക്കിരിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഞാനൊരു പാർട്ടി സ്പോയിലർ അല്ല. ഗ്രൂപ്പിൽ വരുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യും, പക്ഷെ അത് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു ഞാൻ ആ ഗ്രൂപ്പുമായിട്ട് ചേരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് സോഷ്യലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് ആയിട്ടുള്ള കാര്യമായിരുന്നു. എനിക്ക് ക്ലോസ് ഫ്രണ്ട്സ് ഇല്ലായിരുന്നു സ്കൂൾ കാലഘട്ടത്തില്. പ്രീ ഡിഗ്രി കാലഘട്ടം എന്റെ ഓർമ്മയിൽ പോലും ഇല്ല, കാരണം എനിക്ക് ഫ്രണ്ട്സ് ഇല്ലായിരുന്നു ആ ഒരു ടൈമിലും. ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. പിന്നെ എഞ്ചിനീയറിങ്ങിന് പോയി. അവിടെ മീൻസ് അവിടെ ഒരു വേറൊരു രീതിയായിരുന്നു. അപ്പം നമുക്ക് മനസ്സിലാകാൻ സമയമെടുത്ത ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു എഞ്ചിനീയറിംഗ് കാലഘട്ടം. അത് കഴിഞ്ഞിട്ട് 39 ഇയേഴ്സ് ഒക്കെ ആയപ്പോഴാണ് മോണ്ടിസോറി ചെയ്യുന്നത്. മോണ്ടിസോറി ചെയ്യുന്ന സമയത്താണ് ഞാൻ കുറെയൊക്കെ എന്നെ തിരിച്ചറിഞ്ഞത്. അപ്പോഴാണ് പിന്നെ സോഷ്യലൈസ് ചെയ്യുന്നതിലും ഏതൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കാനും അങ്ങനെയുള്ള അതൊക്കെ ആ ഒരു എന്നിലുണ്ടായിരുന്ന ഇൻഹിബിഷൻ, സ്റ്റേജ് ഫിയർ എല്ലാം പോയതിന് നല്ലൊരു തുടക്കം മോണ്ടിസോറി തന്നെയായിരുന്നു. മോണ്ടിസോറി ക്ലാസ്സുകളും ക്ലാസ് റൂമും ഒക്കെ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ വാല്യൂസ് നമുക്ക് ക്ലാസ് റൂമുകളിൽ നിന്ന് കിട്ടണം. പലപ്പോഴും സ്കൂളുകളിൽ പലതും സപ്രസ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. സ്കൂൾ കാലഘട്ടത്തില് പല ഫീലിങ്സും സപ്രസ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. പിന്നെ ടീച്ചേഴ്സിന്റെ ചില കമന്റ്സ് ഇപ്പോഴും ഹേർട്ട് ചെയ്യുന്നുണ്ട് മനസ്സിന്. പിന്നെ ഫ്രണ്ട്സും ബാക്കി കൂടെ പഠിച്ചവരൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ടീച്ചർമാരുടെ ചില കമന്റ്സ് അത് ഭയങ്കരമായിട്ട് ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ട്. ആ ടീച്ചർ ഒരു കുറച്ചു നാൾ മുമ്പ് മരിച്ചു പോയിട്ട്, അങ്ങനെ ഒരു ടീച്ചറുടെ കമന്റ് എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യണ്ടായിരുന്നു. ഇപ്പോഴും ഓർക്കുമ്പോ അതുണ്ട്. പക്ഷെ എന്നാലും കുറെയൊക്കെ അത് മാറി. അപ്പൊ അങ്ങനെ കുറെ നമുക്ക് അങ്ങനത്തെയൊക്കെ വരുമ്പോഴേക്കും കുറെയൊക്കെ ഇങ്ങനെ ഐസൊലേറ്റഡ് ആകാനും കുറച്ചൊന്ന് ഉൾവലിയാനും ഒക്കെ ഉള്ള ഒരു ടെൻഡൻസി ആയിരുന്നു സ്കൂൾ കാലഘട്ടത്തിൽ. അപ്പൊ ഇപ്പോഴുള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ആൾക്കാരും രംഗത്താണല്ലോ. കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് അങ്ങനെ വേണം ഇങ്ങനെ വേണം, എന്നിട്ട് കുട്ടികൾ ഓരോരോ വഴിക്ക് പോകുന്നുണ്ട്. സോ അതിനെ പറ്റിയുള്ള ഭയങ്കര ചർച്ചകളും അനാലിസിസും ഒക്കെ നടക്കുകയാണ്. സാറ്റർഡേ ഞാനൊരു ഓപ്പൺ ഫോറത്തിൽ പോകുന്നുണ്ട് കേട്ടോ. ഈ സെയിം ഡിസ്കഷന് വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ഫോറത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ സാറ്റർഡേ പോകുന്നുണ്ട്. സോ ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ ദർ. കുറെ വലിയ വലിയ പ്രമുഖരൊക്കെ പങ്കെടുക്കുന്ന, സോ നമുക്ക് അവിടെ സംസാരിക്കാനുള്ള അവസരമുണ്ട്. സോ ഡെഫിനറ്റ്ലി ഐ വിൽ ടെൽ സംതിങ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാൻ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്തതാ. ഓക്കെ, സോ ഇതുപോലെ ഗ്രൂപ്പ് കൊഹീഷൻ എന്ന് പറയുന്നത് ആ ഒരു ടുഗദർനെസ്സിനോട് കൂടി എല്ലാവരുമായിട്ട് സോഷ്യലൈസ് ചെയ്യാവുന്ന ഒരു കാര്യം. അപ്പൊ ഇങ്ങനെ പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ടാസ്ക് ഒക്കെ കൊടുക്കുമ്പോൾ, നമ്മളൊരു ആക്ടിവിറ്റി ഒരു കുഞ്ഞിന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹോൾ ക്ലാസ്സിന് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു ടാസ്ക് ഇവര് പെർഫോം ചെയ്യുന്ന സമയത്ത്, ജസ്റ്റ് ഒന്ന് സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയുവാണ്, അവർക്ക് ടെൻഷൻ ഉണ്ടാകാം. എക്സാം എഴുതുമ്പോൾ കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാവാറില്ലേ? എക്സാമിന് പോകുന്നതിന് മുമ്പ് ഉണ്ടാവും, എഴുതിക്കൊണ്ടിരിക്കുമ്പോഴുണ്ടാകും, അതിന്റെ റിസൾട്ട് വരാറാവുമ്പോഴേക്കും ടെൻഷൻ ഉണ്ടാകും. അപ്പൊ ഒരു ടാസ്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ടെൻഷൻ ജനറേറ്റ് ചെയ്തിരിക്കും. കുട്ടികൾ എന്നല്ല, നമ്മൾക്കാണെങ്കിലും നമ്മൾ ജോബ് ചെയ്യുവാണ്, നമ്മളെ ഒരു ജോബ് ഏൽപ്പിക്കുന്നു, ടാർഗറ്റ്, അതിനൊരു ഡെഡ് ലൈൻ ഉണ്ട്, ഇത്ര ദിവസത്തിനുള്ളിൽ വി ഓൾ ആർ ടെൻസ്ഡ് അല്ലെ? നമ്മളും ടെൻഷനിലും സ്ട്രെസ്സിലും ആയിരിക്കും. ഒരു ടാസ്ക് മീൻസ് അവിടെ ഒരു ടെൻഷൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് സോൾവ് ചെയ്യാൻ പറ്റണം. അതാണ് സ്ട്രെസ് മാനേജ്മെന്റ്, സ്ട്രെസ് റിലീഫ്. അത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ആ സ്ട്രെസ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം വരാം. അത് സ്കൂൾസിൽ ടീച്ചർമാർക്കും ഉണ്ടാകാം അല്ലെ? കുട്ടികൾ എക്സാമിന് പോകുമ്പോൾ ടീച്ചർമാരും ടെൻഷൻ ഉണ്ടാകും. കാരണം അവര് മാക്സിമം, ഇപ്പൊ നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോഴും എൻ്റെ ഉള്ളിലും ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് ബാച്ചിന്റെ മോഡൽ എക്സാം തുടങ്ങിയിട്ട്, സാധാരണ എക്സാം നടക്കുമ്പോൾ ഞാൻ എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റാറില്ല.
ഞാൻ റിക്വസ്റ്റ് ചെയ്തു എനിക്കും ക്ലാസ് റൂമിൽ കയറി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് എല്ലാവരെയൊക്കെ ഒന്ന് കാണാലോ. കാണുമ്പോ എല്ലാവരും നല്ല ടെൻസ്ഡ് ആയിട്ടിരിക്കുവാണേ. അപ്പൊ അത് ആണ്. അപ്പം ഒരു ടാസ്ക് അത് ആ ഒരു ക്ലാസ് റിലേറ്റഡ് ഒരു ആർക്ക് ഉണ്ടെങ്കിലും അവിടെ ഒരു ടെൻഷൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ടെൻഷനൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം, സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റണം. അത് ടീച്ചേഴ്സിന്റെ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും. ഓക്കെ, ഇനി നമ്മളെ ഈ ക്ലാസ് റൂം മാനേജ്മെന്റ്, നമ്മൾ തുടക്കത്തിൽ മാനേജ്മെന്റ് പറയുമ്പോൾ അതിന്റെ തിയറട്ടിക്കൽ അനാലിസിസ് നമ്മൾ കുറേ പറഞ്ഞു. ഹെൻറി ഫെറിസിന്റെ ഒബ്സർവേഷനും അതും ഇതും ഒക്കെ പറഞ്ഞ ബിസിനസ് ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് ആണ് നമ്മൾ ജനറലി പറഞ്ഞു വന്നത്. അങ്ങനെ ഓരോന്ന് പറഞ്ഞു പോലെ തന്നെ ക്ലാസ് റൂം മാനേജ്മെന്റ് നമ്മൾ തിയറട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ കുറേ അപ്രോച്ചസ് ഉണ്ട്. കുറേ അപ്രോച്ചസ് കൺസിഡർ ചെയ്യാം. അതിൽ പലതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അത് എന്തൊക്കെയാണെന്നൊന്ന് പറയാം. ഫസ്റ്റ് വൺ ആണ് MBO. കാണാം അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗോള് സെറ്റ് ചെയ്യും. ഇപ്പൊ ടാസ്ക് എന്താണോ അതിൽ ഗോള് സെറ്റ് ചെയ്ത് വെക്കും. ഗോള് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ മെയിൻ എക്സാം, കുട്ടികളുടെ ബോർഡ് എക്സാം ആണെന്ന് വിചാരിച്ചു. അപ്പൊ ആ ഗോൾ എന്താണ്? ആ എക്സാമിന് കുട്ടികളെല്ലാം നല്ലപോലെ പെർഫോം ചെയ്യണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും കൂടിയുള്ള സ്ട്രഗിള്, എല്ലാവരും കൂടിയുള്ള ഒരു വർക്കാണ്. ഇവിടെ ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യും. ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് എടുക്കാവുന്ന എഫേർട്ട് എടുക്കുന്നു, സപ്പോർട്ട് കൊടുക്കുന്നു. കുട്ടികൾ മാക്സിമം അവരുടെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുന്നു. മാനേജ്മെന്റ് അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും അല്ലെ. സോ MPO മീൻസ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം ഗോള് സെറ്റ് ചെയ്യുന്നു, അതിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം അത് നോക്കുന്നു, പിന്നെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നു, പിന്നെ ഫീഡ്ബാക്ക് എടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് MBOയിൽ വരുന്നത്. പ്ലാൻ ചെയ്യുന്നു, എന്തൊക്കെ ആക്ഷൻസ് എടുക്കണം. ഇപ്പോൾ പരീക്ഷ ഏത് ഡേറ്റ് ആണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഓരോരോ പ്ലാനിങ്സ്, പിന്നെ ഏതെങ്കിലും സബ്ജക്റ്റിൽ വീക്ക് ആയിട്ടുള്ള കുട്ടികൾക്ക് റെമഡിയൽ ടീച്ചിങ്, സ്പെഷ്യൽ കോച്ചിങ്, അങ്ങനെ പല രീതിയിലുണ്ട്. പിന്നെ അവരുടെ പ്രോഗ്രസ്, ചെറിയ ടെസ്റ്റുകളൊക്കെ നടത്തി അവരുടെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുന്നു, അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു പെർഫോമൻസ്. ഇങ്ങനെയെല്ലാമാണ് നമ്മൾ MBOയുടെ കാര്യം ചെയ്യുന്നത്. അപ്പൊ ഈ MBO ചെയ്യുമ്പോൾ, അതായത് ഇങ്ങനെ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് ഈ രീതിയിൽ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് കൂടും, അവർ ബോണ്ടിങ് കൂടും, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. കാരണം 1-to-1 ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ വരുന്നുണ്ട്. ഓരോ കുട്ടിയെയും ടീച്ചർ ഐഡന്റിഫൈ ചെയ്ത് അവന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ അവന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി, അല്ലെങ്കിൽ അവന്റെ കുറവ് എവിടെയാണെന്ന് മനസ്സിലാക്കി അവിടെ അവർ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ അവിടെ ഒരു ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ, സാധാരണ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നതിനേക്കാളും ആ ഒരു ടൈം ആവുമ്പോഴേക്കും, ഒരു ടാസ്ക് വരുമ്പോഴേക്കും അവിടെ ഒരു ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ വരുവാണ്. ഓക്കെ, അപ്പൊ അത് ആണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് ഒക്കെ ആയിട്ട് പറയുന്നത്. പിന്നെ ബെറ്റർ റിസോഴ്സ് അലൊക്കേഷൻ. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം, ഒരു ടാസ്ക് വരുമ്പോഴേക്കും അതിന് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റീസും ചെയ്തു കൊടുക്കുന്നു. എല്ലാ ഫെസിലിറ്റീസും വരുന്നു അതിനുവേണ്ടി. ഇപ്പൊ വൈകുന്നേരം കുറച്ചധികം സമയം കുട്ടികൾ ക്ലാസ് റൂമിൽ ഇരിക്കണം, അവർക്ക് റിഫ്രഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു, അവർക്ക് ഒരു റിലാക്സേഷൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യും, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ മോട്ടിവേഷൻ, കൂടുതലായിട്ട് മോട്ടിവേഷൻ കിട്ടും. സാധാരണയുള്ള ടൈമിനേക്കാളും കൂടുതൽ ഒരു ഇൻസ്പിരേഷൻ, മോട്ടിവേഷൻ ഇതെല്ലാം കിട്ടും. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് MBO ചെയ്യുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ആ വേർഡ് മാത്രമേ ഉള്ളൂ. ഞാനത് എന്താണെന്നൊന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും ഇത് ഒരു 3 മിനിറ്റ്സിൽ തീരാവുന്നതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൂടെ എടുക്കേണ്ടി വരും. പിന്നെ ബിഹേവിയർ മോഡിഫിക്കേഷൻ. ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്. അതായത് പലപ്പോഴും കുട്ടികൾക്ക് മാത്രമല്ല ടീച്ചർമാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാം, പല ടെൻഷൻസ് വരാം. അപ്പൊ ഒരു ബിഹേവിയറിൽ ഒരു റീഎൻഫോഴ്സ്മെന്റ് ചെയ്യുന്നു, പോസിറ്റീവായിട്ട് അതിനെ ശരിയാക്കുന്നു. നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റും ഉണ്ട്. അപ്പൊ ബിഹേവിയർ മോഡിഫിക്കേഷൻ അത് നടക്കും. ഈ ഒരു തിയറട്ടിക്കൽ അനാലിസിസിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പിന്നെ TA എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ട്രാൻസാക്ഷണൽ അനാലിസിസ്. പലപ്പോഴും ആളുകൾ പോയിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിനാണ് ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് എത്ര ഏജിലുള്ള ആൾക്കാരും അതിനെപ്പറ്റി പഠിക്കുന്നത്? എന്തുകൊണ്ട്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ട്രാൻസാക്ഷൻ അനാലിസിസ്? ഇല്ല മാം. TA പറഞ്ഞു കഴിഞ്ഞാല്
അത് കൂടുതൽ ഈ ആളുകൾ അത് ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാല് ചിലര് ബിസിനസ് ചെയ്യുന്നവരുണ്ടാകും, ഇതുപോലെ സ്കൂൾസ് നടത്തുന്നവരുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്പനി, ഒരു ഫാക്ടറി, അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ടപ്പുകൾ നടത്തുന്ന ഇവരെല്ലാം നല്ലതുപോലെ പഠിക്കും, നല്ലപോലെ അതിന് ട്രെയിനിങ് എടുക്കും. അത് മാത്രല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരും അങ്ങനെ ബന്ധങ്ങളിൽ ഇച്ചിരി ആയിട്ടിരിക്കുന്നവരും പോയിട്ട് TA പഠിക്കും. TA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തെറാപ്പിയാണ്, ഒരു മെത്തേഡാണ്, മെത്തേഡ് ഓഫ് തെറാപ്പിയാണ് സോഷ്യൽ സൈക്കോളജി. അത് ഇന്ററാക്ഷൻസിന്റെ കൂടുതൽ നല്ല പോലെ ആളുകളെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു തെറാപ്പിയാണ് TA എന്ന് പറയുന്നത്, ട്രാൻസാക്ഷൻ അനാലിസിസ്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ഇംപ്രൂവ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും, കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഭയങ്കരമായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ബന്ധങ്ങളിലുള്ളവരെ പക്ഷെ അവർക്ക് കണ്ടിന്യൂ ചെയ്യണം, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് നന്നാക്കി എടുക്കണം. ഫോർ എക്സാമ്പിൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരൊക്കെ ഒരുമിച്ച് പോയി TA ചെയ്യാറുണ്ട്. സോ അത് ഇംപ്രൂവ് ദെയർ കമ്മ്യൂണിക്കേഷൻ. മേ ബി ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നമായിരിക്കാം, TA ചെയ്യുന്നതോടുകൂടി അവർക്ക് അതൊക്കെ മാറുവാണ്, അവരുടെ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാവുന്നു. ഇതാണ് TA എന്ന് പറയുന്നത്, ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. കൂടുതലായിട്ട് സോഷ്യലൈസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ജോബാണ് നമുക്കുള്ളത്. ഒരു ബിസിനസ്സുകാരൻ, ഫോർ എക്സാമ്പിൾ ഗാർമെന്റിന്റെ ബിസിനസ് നടത്തുന്ന ആള്, അവർക്ക് എന്താ ആളുകളുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്താലാണ് അവരുടെ ബിസിനസ് നല്ല രീതിയിൽ പോകുള്ളൂ. അപ്പൊ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ടും ആളുകളുടെ അത് അങ്ങനെയുള്ള ബിസിനസ് സോഷ്യൽ ഇന്ററാക്ഷൻസ് കൂടുതലായിട്ട് വേണ്ടി വരുന്ന ആളുകളെല്ലാം TA എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ ഇങ്ങനെയൊക്കെ അറിയുള്ളൂ. പക്ഷെ എറണാകുളത്ത് കളമശ്ശേരിയിൽ എവിടെയോ അതിന്റെ ഒരു കോച്ചിങ് ഉണ്ട്, അതിങ്ങനെ കേട്ടിരുന്നു. പക്ഷെ ഓൺലൈനായിട്ട് ഞാൻ നോക്കുന്നത്, കാരണം നമുക്ക് പോയി റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ ഒരു ദിവസം ഫുൾ പോയി ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പൊ അങ്ങനെ, കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോ കൂടുതലായിട്ട് സോഷ്യലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ, കുട്ടികളായിട്ടും അവരുടെ പാരന്റ്സ് ആയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ സോഷ്യലൈസ് ചെയ്യുന്നതാണ്. പല ഏജ് കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണല്ലോ എനിക്കുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ TA എനിക്ക് വളരെ ബെനിഫിഷ്യൽ ആണ്. പിന്നെ നമ്മളുടെ ഒരു ബിഹേവിയറും നമുക്ക് അനലൈസ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്റെ ബിഹേവിയറിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഐ ക്യാൻ ഈസിലി സോർട്ട് ഇറ്റ് ഔട്ട്. അപ്പൊ അതുകൊണ്ടാണ് ആളുകൾ TA പഠിക്കുന്നത്. അപ്പൊ TA ഇതൊക്കെ ബിഹേവിയറൽ ചേഞ്ചസിന് വേണ്ടിയിട്ടാണ് TA ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കംസ് CM, ദാറ്റ് ഇസ് കണ്ടിജൻസി മാനേജ്മെന്റ്. കണ്ടിജൻസി മാനേജ്മെന്റ് CM അതും ഒരു ബിഹേവിയറൽ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ശരിക്കും നമ്മുടെ സൈക്കോളജി പാർട്ടിൽ പഠിച്ചു, എഡ്യൂക്കേഷണൽ സെറ്റിംഗിൽ എന്താണ് സൈക്കോളജിയുടെ ഇമ്പോർട്ടന്റ്, നമ്മളുടെ മുന്നിൽ വരുന്ന കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കുക. അതുകൊണ്ട് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും അവരുടെ കോഴ്സിന്റെ കൂടെ സൈക്കോളജി പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇതുപോലെയുള്ള പല അനാലിസിസും, എല്ലാം ബിഹേവിയറൽ ട്രീറ്റ്മെന്റ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കണ്ടിജൻസി മാനേജ്മെന്റിൽ വരുന്നത് എന്താന്ന് വെച്ചാല് ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള റിവാർഡ്സ് പ്രൊവൈഡ് ചെയ്യും ഇതില്. അതായത് ഫോർ എക്സാമ്പിൾ CM കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സബ്സ്റ്റൻസ് യൂസ് ചെയ്യില്ലേ, ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിന്റെ ട്രീറ്റ്മെന്റിൽ ഹോസ്പിറ്റലിലൊക്കെ കുറെ കാലം ഇങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആയിട്ട് ഇതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഡ്രഗ്സ് കുട്ടികളാണെങ്കിലും ശരി, ആ ഒരു ട്രീറ്റ്മെന്റിനൊക്കെ പോകുന്ന. യെസ്, അതെ, അവിടെയാണ് ഈ കണ്ടിജൻസി മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ ഈ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ് ഒക്കെ വരുമ്പോൾ എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ആണ് CM എന്ന് പറയുന്നത്. അവിടെ ഈ അവരിപ്പോ ഇതില്ലാതെ പറ്റില്ല എന്ന് വരുന്ന പേഷ്യൻസിനെയൊക്കെ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് അവർ അതിനോട് അത് വേണ്ട എന്നുള്ള രീതിയിലാക്കുമ്പോഴേക്കും ഇവർക്കൊരു പോസിറ്റീവ് റിവാർഡ് കൊടുക്കും. അതാണ് കണ്ടിജൻസി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇൻസെന്റീവ്സ്, ഗിഫ്റ്റ് കാർഡ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കും പേഷ്യൻസിന്. അവര് ഡ്രഗ്സ് വേണ്ട, നെഗറ്റീവായി അവരുടെ ബോഡിയിൽ ഡ്രഗ്സിന്റെ ഒരു അംശവും ഇല്ല, ഇങ്ങനെ കുറെ അങ്ങനെ ട്രീറ്റ്മെന്റും കുറെ തെറാപ്പിയും കുറെ കാര്യങ്ങളും ആക്ടിവിറ്റീസും എല്ലാം കഴിയുമ്പോൾ ഇവിടെ അതാണ് CM എന്ന് പറയുന്നത്. ഓക്കെ, ഗുഡ് ബിഹേവിയർ ഗെയിം, അങ്ങനെ പലതും. അപ്പൊ സ്റ്റുഡൻസിനും ഇതുപോലെ തന്നെ പോസിറ്റീവ് ബിഹേവിയർ, ഇപ്പൊ നമ്മുടെ കേസിൽ സ്റ്റുഡൻസ് പോസിറ്റീവ് ബിഹേവിയർ കാണിക്കുവാണെങ്കിൽ അവർക്കൊരു ചില ടീച്ചർമാർ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, ഭയങ്കര ഒരു എന്താ പറയുക, ഗുണ്ട പോലെ കുട്ടികൾ ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ട് മറ്റു കുട്ടികളോടും ടീച്ചർമാരോടും ഒക്കെ പെരുമാറുന്നത് ചില ടീച്ചേഴ്സിന്റെ പെരുമാറ്റം കൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ അവിടെ കൊടുക്കുന്നു ആ ഗുഡ് ബിഹേവിയറിൽ അവർക്ക് കൊടുക്കുന്ന ഒരു പോസിറ്റീവ്
ആയിട്ടുള്ള ഒരു റിവാർഡ്. അതൊക്കെയാണ് CM എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കത് കാര്യമായിട്ടൊന്നും വേണ്ട, ബട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ വൺസ് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചറായിട്ട് പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് തിയറട്ടിക്കൽ അപ്രോച്ചസ് ഉണ്ട് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്നുള്ളത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ അറിയാലോ, ലൈക്ക് കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണം. എപ്പോഴും ഞാൻ ക്ലാസ് റൂമിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്ക് റിവാർഡ് കൊടുക്കേണ്ടതായിട്ടുള്ള ഇത് വരുമ്പോൾ മറ്റു കുട്ടികളെ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മളൊരു കുട്ടിയെ അപ്രൈസ് ചെയ്യുന്നത്, അല്ലെ? ആ ഒരു രീതിയിലൊക്കെ അതൊക്കെ എല്ലാ ടീച്ചർമാർക്കും നിങ്ങൾക്കും എല്ലാം അറിയാം. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു കെയർ, അഫെക്ഷൻ, കൺസേൺ ഒക്കെ ഉണ്ടല്ലോ. അറിയാതെ പോലും ഒരു കുഞ്ഞിനെ വേദനിപ്പിക്കരുതെന്ന് മനസ്സിലോർത്തൊക്കെയായിരുന്നു ഞാനൊക്കെ ഓരോ ദിവസവും സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ചിലപ്പോൾ അറിയാതെ നമ്മളുടെ ഒരു വാക്കോ പ്രവൃത്തി അവർക്ക് എന്തെങ്കിലും അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, അപ്പൊ ആദ്യമേ ഒരു സ്പേസ് ഉണ്ടാക്കി വെക്കും, കുട്ടികൾക്ക് എന്തും തുറന്നു പറയാനുള്ള രീതിയിൽ സ്പേസ് ഉണ്ടാക്കി വെക്കും. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇഷ്യൂ പോലെ തോന്നിക്കഴിഞ്ഞാൽ അവർ ഡയറക്ട്ലി വന്ന് പറയും, മിസ് അതെങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു. സോ അതായിരുന്നു നമ്മുടെ സന്തോഷം, കാരണം അവർ ഓപ്പൺ അപ്പ് ചെയ്ത് പറയുമല്ലോ കാര്യങ്ങള്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ കാര്യം പറയുമായിരുന്നു. ലൈക്ക് സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ യൂണിറ്റ് ആയ ക്ലാസ് റൂമിലേക്ക് ശ്രദ്ധിച്ചു വന്നു. അവിടത്തെ ചില തിയറട്ടിക്കൽ കൺസെപ്റ്റ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞിട്ട് വന്നത്. ഓക്കെ, നിങ്ങൾക്കിത് ഏതപ്പോ പേരുകളൊക്കെ ആദ്യമായിട്ടാണോ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് എനിത്തിങ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്, അപ്പൊ എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ. മാത്രം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കട്ടല്ലോ. യെസ്, ഓക്കെ. പിന്നെ നമ്മള് ക്ലാസ്സുകളിൽ നമ്മൾ ആക്ടിവിറ്റീസ് കൊടുക്കും, ടാസ്ക് കൊടുക്കും, അല്ലെ? രണ്ടിനും റിസൾട്ട് ഉണ്ടാകും. ഈ ആക്ടിവിറ്റി ആണെങ്കിലും ടാസ്ക് ആണെങ്കിലും റിസൾട്ട് ഉണ്ടാകും. പിന്നെ നമ്മൾ ചിലപ്പോൾ ഐസ് ബ്രേക്കിംഗ് പോലെ, ഇപ്പൊ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറച്ചൊന്ന് അവരൊന്ന് റിലാക്സ്ഡ് ആവാനായിട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യിക്കും. നമ്മുടെ ഉദ്ദേശം എന്താ? അവരൊന്ന് റിഫ്രഷ് ആകുക. അപ്പൊ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു റിസൾട്ട്. ഇപ്പൊ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്, സോ നമ്മളുടെ എയിം അങ്ങ് ദൂരെ ഉണ്ട്, എക്സാം നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് നല്ലപോലെ പെർഫോം ചെയ്യണം. ബട്ട് അതിന്റെ ഇടയ്ക്ക് അവർക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു, ലൈക്ക് കുറെ നേരമായിട്ട് ഒരേ കാര്യം തന്നെ ഇങ്ങനെ മാത്സിന്റെ പ്രോബ്ലംസ് കുറെ പ്രാക്ടീസ് ചെയ്യുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു ഐസ് ബ്രേക്കിംഗ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അവരെ കൊണ്ട് ചെയ്യിക്കുക, അല്ലെ? നമ്മളുടെ മെത്തേഡ് തന്നെ അതങ്ങനെ തന്നെയായിരുന്നു ശരിക്കും. ബുക്കിലെ ടീച്ചിങ് മെത്തേഡ് അല്ലാതെ നമ്മൾ ത്രൂ ആക്ടിവിറ്റി അവരെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ അത് ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും ഒരു ബിഹേവിയർ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ആക്ടിവിറ്റിയും ടാസ്കും എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ച് അവർക്ക് ഈ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് മാറ്റി കൊടുക്കും. പിന്നെ പഠിക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ ഓരോ കുട്ടിയുടെയും പൊട്ടൻഷ്യൽ അനുസരിച്ച് ടീച്ചർ ആ കുട്ടിക്ക് അനുസരിച്ച് അത് ചെയ്യും. അപ്പൊ ഈ ക്ലാസ് റൂം മാനേജ്മെന്റ് വരുമ്പോൾ അവിടെ ടീച്ചർക്കാണ് റോള് കൂടുതൽ, അല്ലെ? ക്ലാസ് റൂമിലെ കാര്യങ്ങൾ മുഴുവനും മാനേജ് ചെയ്യുന്നത് ആ ഒരു ടീച്ചർ ആയിരിക്കില്ല. അപ്പൊ ലീഡ് റോളിൽ നിൽക്കുന്നത് ടീച്ചറാണ്. ലൈക്ക് നമുക്ക് മാനേജ്മെന്റിലെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, കമ്മ്യൂണിക്കേറ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ ആ ഒരു ക്ലാസ് റൂം എന്നുള്ള യൂണിറ്റ് എടുക്കുമ്പോൾ അവിടെ ഇതെല്ലാം ചെയ്യുന്ന മാനേജർ ടീച്ചറാണ്. അവിടുത്തെ മാനേജർ ടീച്ചറാണ്, അല്ലെ? മനസ്സിലായോ? ഹോൾ സ്കൂളിന് ഒരു മാനേജർ ഉണ്ടാവും, ബട്ട് ആ സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ളത് ആ ഒരു മാനേജർ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമല്ല, അത് ഓരോ ക്ലാസ് റൂമിലായിട്ട് ചെയ്ത് വന്ന് ഓവറോൾ ആയിട്ട് വരുമ്പോഴാണ് സ്കൂൾ മാനേജ്മെന്റ് ആയിട്ട് വരുന്നത്. സോ ഒരു ക്ലാസ് റൂമിലെ മാനേജർ എന്ന് പറയുമ്പോൾ ആ ഒരു ടീച്ചർ ആയിരിക്കും. ടീച്ചർ എല്ലാ കാര്യങ്ങളും ചെയ്യും. ടാസ്ക് അക്കംപ്ലിഷ് ആയോ, ടീച്ചർമാരൊക്കെ ലെസൺ പ്ലാനും അതൊക്കെ എഴുതുന്നല്ലേ, അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ക്ലാസ് റൂം മാനേജ്മെന്റ് ഒരു ടീച്ചറുടെ കൈകളിലൂടെയാണ് പോകുന്നത്. അവിടെ ആക്ഷൻസ് ഉണ്ടാകും, ആക്ടിവിറ്റീസ് ഉണ്ടാകും, ക്ലാസ് റൂമിൽ അതെല്ലാം മാനേജ് ചെയ്യപ്പെടും. അത് ലേണിങ്ങിലേക്കും കൂടെ അത് ഇൻഡ്യൂസ് ചെയ്യും. ലേണിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഓരോന്ന് വരുന്നത്. ടീച്ചർ ടു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ടീച്ചറും കുട്ടികളുമാണ് അവിടെ നടക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നത്. എന്താ പറയുന്നത്, പഠിക്കുന്ന ആളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ, ആ ഒരു ബോണ്ടിങ്. ഓരോ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും ടീച്ചർ സ്റ്റുഡന്റിന്റെ ബോണ്ടിങ്, ആ ഒരു ഇന്ററാക്ഷൻ എന്നൊക്കെ പറയുന്നത് ഓരോ കാലഘട്ടത്തിലും വ്യത്യാസമായിക്കൊണ്ടിരിക്കുവാണ്, അല്ലെ? നമ്മളുടെ ഒരു കാലഘട്ടമായിരിക്കില്ല നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സമയത്തുള്ളത്. അപ്പൊ അതിലെല്ലാം വ്യത്യാസങ്ങളുണ്ട്. അവിടെ ഒരു സ്റ്റഡി നടത്തുക എന്നുള്ളതാണ് ഇപ്പൊ ആൾക്കാർ നോക്കുന്നത്. കാരണം അധ്യാപകർക്ക് പല കാര്യങ്ങളും കുട്ടികളോട് പറയാൻ കുട്ടികളെ പേടിച്ചാണ് അധ്യാപകർ സ്കൂളിൽ വരുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്, അല്ലെ?
കുട്ടികളോട് ഷൗട്ട് ചെയ്യാൻ പറ്റില്ല, കുട്ടികളോട് അടുത്ത് പണിഷ് ചെയ്യുന്ന പറയാൻ പറ്റില്ല. അവർക്കപ്പോ നീതി നിയമവും എല്ലാം അവർക്കറിയാം. അതും ചോദ്യം ചെയ്തുകൊണ്ട് വരും, ഭീഷണിപ്പെടുത്തുന്നു കുട്ടികൾ. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ചുറ്റും ഇങ്ങനെ കേൾക്കുന്നത്. അപ്പൊ ടീച്ചർ ടോട്ട് റിലേഷൻഷിപ്പ്, ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓക്കെ, ക്ലാസ് റൂമിലെ മാനേജ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലാസ് റൂമിലെ ടാസ്കും ആക്ടിവിറ്റീസും വരും. അവിടെ അതെല്ലാം മാനേജ് ചെയ്യുന്നത് ടീച്ചറാണ് ആ ക്ലാസ് റൂമിലെ മാനേജ്മെന്റ്. പിന്നെ ഈ ടീച്ചറുടെ ആക്ഷൻസ്, ടീച്ചർ ചെയ്യുന്ന കാര്യങ്ങൾ അത് വെർബലി ഉണ്ടാകും, നോൺ വെർബലി ഉണ്ടാകും. നോൺ വെർബലി എന്ന് പറഞ്ഞാൽ എന്താ? വെർബലി ടീച്ചർ പറയുന്നത് അല്ലെ, നോൺ വെർബലിയോ അവരുടെ എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റും. അതെ അതെ, അവരുടെ ആ ഒരു എക്സ്പ്രഷന്റെ. ഞാൻ എന്റെ കുട്ടികളെ ആരെ ഞാൻ വഴക്ക് പറയാറില്ല കേട്ടോ. ബട്ട് അവരൊരു ശരിയല്ലാത്ത ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ കുറേ സമയം ഞാൻ അവരെ നോക്കും. അത് കഴിഞ്ഞ് അവർ പതുക്കെ വന്നിട്ട് സോറി ഇങ്ങോട്ട് പറഞ്ഞോളൂ. നമ്മളുടെ ആ ഒരു നോട്ടത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാവും ടീച്ചർ അത് മനസ്സിലാക്കി, ഞാൻ ചെയ്തത് ശരിയല്ല അല്ലെങ്കിൽ പറഞ്ഞത് ശരിയല്ല, അങ്ങനെ എന്തെങ്കിലും കാര്യമായിരിക്കും കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ നോക്കും, കുറേ സമയം നോക്കും. അപ്പോഴേക്കും പതുക്കെ നടന്ന് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല, സോറി എന്ന് പറഞ്ഞിട്ടും. അപ്പൊ അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലെ, ആ ഒരു ബോഡി ലാംഗ്വേജ് ഒരു ഇമോഷണൽ ക്ലൈമറ്റ് ക്ലാസ് റൂമിൽ ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ ആ ഒരു ടീച്ചർ, ആ ഒരു മാനേജർ, അവരുടെ ആ ഒരു പൊട്ടൻഷ്യൽ ആണ് ശരിക്കും അത്. വേർബലിയും നോൺ വേർബലിയും കുട്ടികളെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവരുടെ ഒരു കഴിവ്. ചില ആളുകൾ അങ്ങനെയല്ലേ, ഒന്നും പറഞ്ഞില്ലെങ്കിലും നമുക്ക് മനസ്സിലാകും അല്ലെ, ഒന്നും പറഞ്ഞില്ലെങ്കിലും മനസ്സിലാകുന്ന പല ആ ഒരു ഇമോഷൻ, ആ ഒരു നോൺ വെർബലി അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ട് കമ്മ്യൂണിക്കേറ്റ്. ചില ലൈഫ് പാർട്ട്നേഴ്സിനെ അങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലെ, ഒന്നും പറയണ്ട അതിന് മുമ്പ് തന്നെ അവർ തമ്മിൽ ഉള്ള ആ ഒരു ബോണ്ടിങ് അത് നമ്മൾ ക്ലാസ് റൂമിൽ കാണുന്നു എന്നുള്ളതും അവിടെ ടീച്ചർ കുട്ടികളുമായിട്ടാണ്. ഓക്കെ, സോ അത് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പ്രൊഫഷൻസി എല്ലാം വരും. അപ്പൊ ആ ക്ലാസ് റൂമിലെ മാനേജർ എന്നുള്ള ടീച്ചറുടെ ടീച്ചറുടെ ഒരു കഴിവുകളൊക്കെയാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. സോ എനിക്ക് തോന്നുന്നു ഈവൻ ടീച്ചർമാർക്കെല്ലാം അത് ഉണ്ടാകും, അത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ചും സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരു മദർഹുഡൊക്കെ, മദർഹുഡ് ഞാൻ പറഞ്ഞിരുന്നു ക്ലാസ്സുകളിലൊക്കെ, മദർഹുഡ് എന്നുള്ളത് അവർക്കുണ്ട്. അതിന് കുട്ടി ഉണ്ടാവണം എന്നില്ല, മാതൃത്വം എന്നുള്ള ഫീല് വരാനായിട്ട്. നമ്മുടെ കെയറിങ്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അതെല്ലാം അല്ലെ. അതുകൊണ്ടല്ലേ പല ആളുകളും, ചില ആളുകള് മാരേജ് ചെയ്യുമ്പോൾ പറയുമ്പോ എനിക്ക് എന്റെ അമ്മയെ പോലുള്ള ഒരു ആളെ തന്നെ കിട്ടണം കല്യാണം കഴിക്കാൻ. അങ്ങനെ പല സുഹൃത്തുക്കളും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ അമ്മയെ പോലെ, അമ്മ എന്നെ കെയർ ചെയ്ത പോലെ. അങ്ങനെ ഉള്ള ഒരു ക്വാളിറ്റി സ്ത്രീകളിലുണ്ടെന്ന് പറയും. പക്ഷെ നമ്മുടെ കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. നമുക്ക് മാതാപിതാ ഗുരു ദൈവം എന്നുള്ളത് ഇപ്പൊ പണ്ടത്തെ പോലെ പറയാൻ പോലും പേടിയാകുക. കാരണം അതുപോലെ വ്യത്യസ്തരായ മാതാക്കളും പിതാക്കളും ഗുരുക്കളും അല്ലെ, ടീച്ചേഴ്സും. ആ ഒരു ഫ്രേസ് നമുക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലുള്ള ഇതൊക്കെയാണ് കാണുന്നത്. സോ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കൂടി വരികയാണ്. പഴയ ആ മാതാപിതാ ഗുരു ദൈവം എന്ന് നമുക്ക് 100% സാറ്റിസ്ഫാക്ഷൻ ആയതുകൊണ്ട് ന്യൂ ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ ആണേ. ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഇൻ അക്കാദമിക് ഏരിയാസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് ജയശ്രീ. അപ്പൊ ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക് വരുന്നുണ്ട്, അപ്രോച്ചസ് ടു. നമ്മൾ ക്ലാസ് റൂം മാനേജ്മെന്റിൽ നിന്ന് തുടങ്ങുവാണ്, സ്കൂൾ മാനേജ്മെന്റ്. അപ്രോച്ചസ് ടു ക്ലാസ് റൂം മാനേജ്മെന്റ്, ഇത് നിങ്ങൾക്ക് ടോപ്പിക്സ് ആയിട്ട് എടുത്തിട്ട് ലൈക്ക് എനിക്ക് തോന്നുന്നു സെമിനാർ ഒക്കെ എടുക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാ. വളരെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇത് ചെയ്യാൻ ഒരു പക്ഷേ എളുപ്പമായിരിക്കും എനിക്ക് തോന്നുന്നു. ഞാനിപ്പോ അത് ക്ലാസ്സിൽ പറയും. ഇഫ് യു ഫീൽ ലൈക്ക് ദിസ് ഈസ് ഗുഡ് ഫോർ ടേക്കിംഗ് സെമിനാർ എന്നൊക്കെ തോന്നുവാണെങ്കിൽ യു ക്യാൻ ടേക്ക്. ഇനി അതല്ല, ഞാൻ ഏതെങ്കിലും സ്കിപ്പായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് എടുത്താലും നന്നായിരിക്കും. അത് ക്ലാസ്സിനെ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും.
ഫസ്റ്റ് നമുക്ക് ABCD 4 ടൈപ്പ് അപ്രോച്ചുകൾ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് റൂം മാനേജ്മെന്റിൽ. ഐ ഡോണ്ട് നോ വെദർ ദ പ്രൊനൗൺസിയേഷൻ ഈസ് റൈറ്റ്. ഹെർബർഷ്യൻ അപ്രോച്ച്, ഹെർബർട്ട് അല്ലെ, അതൊരു ആ മെത്തേഡില് ടീച്ചിങ് എന്ന് പറയുന്നത് കുറെ സീരീസ് ഓഫ് സ്റ്റെപ്സ് ഉള്ളതാണ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ്. ടീച്ചിങ് എന്തിനാണ് ശരിക്കും? ടീച്ചർക്ക് വലുതാവാനാണ്. അതൊരു ലേണിംഗ് പ്രോസസ് ആണ്. അതിന്റെ റിസൾട്ട് കൂടുതൽ ആർക്കാ കിട്ടണ്ടേ? കുട്ടികൾക്ക്. ടു ഹെൽപ്പ് സ്റ്റുഡന്റ് ടു ലേൺ, പുതിയ പുതിയ കാര്യങ്ങളും പഠിക്കാനുള്ള കുട്ടികൾക്കുള്ള ഒരു അവസരമാണ് ശരിക്കും ലേണിംഗ് പ്രോസസ് അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വരുന്ന സ്റ്റെപ്സ് ആണ് പ്രിപ്പറേഷൻ, പ്രസന്റേഷൻ, അസോസിയേഷൻ, ജനറലൈസേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ. അത് അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് വെക്കാം. ഹെർബേർഷ്യൻ അപ്രോച്ച് അങ്ങനെയാണ് വായിക്കുന്നതെന്ന് തോന്നുന്നു. കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ, അപ്പം ഇതിൽ 5 സ്റ്റെപ്സ് വരുന്നുണ്ട്. ഈ അപ്രോച്ചില് 5 സ്റ്റെപ്സ് വരുന്നുണ്ട്. അതായത് ഇവിടെ ഒരു ലേണിംഗ് പ്രോസസ് ആണ് നടക്കുന്നത്. ക്ലാസ് റൂം മാനേജ്മെന്റിൽ നടക്കുന്നത് എന്താ? ലേണിംഗ് പ്രോസസ് അല്ലേ കൂടുതലും. ടാസ്കും ആക്ടിവിറ്റീസും ഉണ്ട്. പക്ഷെ ടു ലേൺ സംതിങ്, അതാണ് ഈ ടാസ്കിലും ആക്ടിവിറ്റീസിലും വരുന്നത്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ്സ് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് നമ്മുടെ കുട്ടികൾക്കാണ്. അവർ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനാണല്ലോ സ്കൂൾ, കോളേജിൽ അങ്ങനെ പല കോഴ്സുകൾക്കും ചേരുന്നത്. അപ്പൊ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക ടു ലേൺ ന്യൂ തിങ്സ്, ന്യൂ മെറ്റീരിയൽസ്. അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന 5 സ്റ്റെപ്സ് ഉണ്ട്. പ്രിപ്പറേഷൻ. ഓക്കെ, എന്താ പ്രിപ്പറേഷനിൽ എന്തായിരിക്കും വരിക? ഇവിടെ ആകെ കുറച്ച് ആ ഒരു പാരഗ്രാഫേ ഉള്ളൂ. പ്രിപ്പറേഷൻ എന്തായിരിക്കും? ലേണിംഗ് പ്രോസസ് ആണ്, ടീച്ചിങ് നടക്കാൻ പോവാം. സോ പ്രിപ്പറേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ വരണം? ടീച്ചർ ആ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് ആൻസേഴ്സ് ഇതൊക്കെ സെറ്റ് ആക്കി വെക്കുക. കുട്ടികളെ ചെറിയവർക്കാണെങ്കിൽ അതിനെ പറ്റിയ ഇപ്പൊ പാരറ്റൈസ് പോലെ ഉള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് പോലെ പ്രൊവൈഡ് ചെയ്യുക. ആ ടീച്ചിങ് പാഠത്തിന് ഇതിനെ പറ്റിയിട്ട് ഞാൻ പോയപ്പോൾ ഞാൻ പ്ലാന്റ്സിന്റെ പാർട്സ് ആണ് എടുത്തത്. അപ്പൊ അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പപ്പായ ചെടിയായിരുന്നു. അപ്പൊ എനിക്ക് അത്യാവശ്യം വലുപ്പമുള്ള പപ്പായയുടെ ഒരു ഇത് കിട്ടി. അപ്പൊ ഞാൻ നേരെ അത് കൊണ്ടാണ് പോയത്. അപ്പൊ അത് വെച്ചിട്ടാണ് എന്റെ പ്രിപ്പറേഷൻ ഞാൻ നടത്തിയത്. അത് ജസ്റ്റ് കാണിച്ചു കൊടുത്ത് അവർക്ക് സെയിം ബുക്കിലുള്ള അതേ പിക്ചർ അതേ സംഭവം തന്നെയായിരുന്നു, പപ്പായ തന്നെയായിരുന്നു. ഫ്രൂട്ട് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം എന്റെ അടുത്ത്. അപ്പൊ ഞാൻ സെയിം അത് വെച്ചിട്ടാണ് കാണിച്ചു കൊടുത്തത്. അതായത് നമ്മള് കുട്ടികളെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ അവരെ റിലേറ്റ് ചെയ്യുന്നു അല്ലെ. ഇപ്പൊ സിയ ചെയ്തതുപോലെ സിയ അത് റിലേറ്റ് ചെയ്ത് പഠിപ്പിച്ചു. ചുമ്മാ വായിക്കുകയല്ല ചെയ്തത്, റിലേറ്റിംഗ് വിത്ത് ദ മെറ്റീരിയൽ. പിന്നെ അതുമല്ല, നമ്മള് പഠിപ്പിക്കാൻ പോകുന്ന കാര്യം പണ്ട് അവര് പഠിച്ച എന്തോ എങ്കിലും ഒരു നോളജുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കും. അതാണ് പ്രിപ്പറേഷൻ അല്ലെ. അവരുടെ ഇൻട്രസ്റ്റ് കൂട്ടുന്ന രീതിയിൽ, അവർക്ക് അതിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അതാണ് ടീച്ചേഴ്സ് ആണ് അവിടെ അത് ചെയ്യുന്നത് അല്ലെ. നെക്സ്റ്റ് വൺ, അടുത്ത അപ്രോച്ചിലെ അടുത്ത സ്റ്റെപ്പ് പ്രസന്റേഷൻ. ചെയ്തു, പ്രസന്റ് ചെയ്തു. അതിനെ പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ അത് കുട്ടികൾക്ക് എപ്പോഴും അങ്ങനെയാണ്. കുട്ടികൾ എന്നല്ല, ആർക്കും ചുമ്മാ ഇങ്ങനെ പറഞ്ഞ് തന്നെത്താൻ അവർ അസ്യൂം ചെയ്തെടുക്കുന്നതിനേക്കാളും അത് ലൈവായിട്ട് അവർക്ക് കാണുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും അല്ലെ. വിഷ്വലൈസേഷൻ അല്ലെ, വിഷ്വൽ ഇമ്പാക്ട് വളരെ വലുത് തന്നെയാണ്. അതിങ്ങനെ ലൈവ് ആക്കി അവരുടെ മുമ്പിൽ കാണിക്കുമ്പോഴേക്കും അവർക്ക് ആകെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. സോ ദാറ്റ് ഇസ് പ്രസന്റേഷൻ. ടീച്ചേഴ്സ് പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ത്രൂ കോൺക്രീറ്റ് ഒബ്ജക്ട്സ്. കോൺക്രീറ്റ് ഒബ്ജക്ട്സ് തന്നെ നമുക്ക് തൊട്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ, ടാഞ്ചിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ എക്സ്പീരിയൻസസ്, അല്ലെങ്കിൽ ചില സയൻസ് ഒക്കെ എടുക്കുമ്പോൾ എക്സ്പെരിമെന്റ് ചെയ്ത് കാണിക്കുന്നു. അതെല്ലാം ഈ പ്രസന്റേഷനിൽ വരും. നെക്സ്റ്റ് അസോസിയേഷൻ. എന്താ? അസോസിയേറ്റ് ചെയ്യുക, കണക്ട് ചെയ്യുക അല്ലെ. അവിടെ കുട്ടികളാണ് വരുന്നത് കേട്ടോ. ആദ്യത്തെ 2 കാര്യത്തിൽ ടീച്ചറുടെ റോളായിരുന്നു. ടീച്ചർ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നു, പ്രസന്റ് ചെയ്ത് കാണിക്കുന്നു. അസോസിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ കുട്ടികളുടെ റോളാണ്. കുട്ടികള് അവര് പുതുതായി പഠിച്ച കാര്യം പ്രീവിയസ്ലി അവര് പഠിച്ച കാര്യവുമായിട്ട് കണക്ട് ചെയ്യാനുള്ളതാണോ, അസോസിയേറ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ അവർ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പഠിക്കുന്നു. ഓക്കെ, അതിന്റെ കമ്പയർ ചെയ്യുന്നു, സിമിലാരിറ്റീസ് നോക്കുന്നു, ഡിഫറൻസ് നോക്കുന്നു. അങ്ങനെയെല്ലാം കുട്ടികൾ പ്രീവിയസ്ലി പഠിച്ച കാര്യങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. അതാണ് അസോസിയേഷൻ വരുന്നത്.
ജനറലൈസേഷൻ. ഞാൻ നിങ്ങൾക്ക് ഈ ബാച്ചിൽ എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു, സർവേ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും പോയി സർവേ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് റെഡിയാക്കാൻ പറഞ്ഞു. കുറെ കണ്ടന്റ്സ് പറഞ്ഞു തന്നു. അതിനനുസരിച്ച് റിപ്പോർട്ട് റെഡിയാക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ളതെല്ലാം നിങ്ങളാ ചെയ്തത്, അല്ലെങ്കിൽ അതിനുള്ള ക്വറീസ് മാത്രമേ ഞാൻ തന്നുള്ളൂ. അതെല്ലാം ഞാൻ പ്രസന്റ് ചെയ്തു ഫസ്റ്റ് തന്നെ. ബാക്കി ഇതെല്ലാം കണക്ട് ചെയ്തു, കാര്യങ്ങൾ എഴുതി, അത് കണക്ട് ചെയ്ത് ഡേറ്റാസ് കളക്ട് ചെയ്തു, കാര്യങ്ങൾ എഴുതി, പിന്നെ അതിനെ ജനറലൈസ് ചെയ്ത് അനാലിസിസ് നടത്തിയൊരു അതിനെപ്പറ്റി ഒരു റൈറ്റപ്പ് ഉണ്ടാക്കി അല്ലെ. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ്, ആ കിട്ടിയ റിസൾട്ട് വെച്ചിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും പ്രോഗ്രസീവ് വർക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. ഇതൊക്കെയായിരുന്നു സർവേ ചെയ്തത്. അതൊരു ലേണിംഗ് പ്രോസസ് ആയിരുന്നു. സർവേ നിങ്ങളെ സംബന്ധിച്ചൊരു ലേണിംഗ് പ്രോസസ് ആയിരുന്നു അല്ലെ. എന്റെ ജോലി എന്തായിരുന്നു? ആ ടോപ്പിക്കിന് നിങ്ങൾക്ക് തരിക, അതിന്റെ ക്വറീസ് തരിക, അതിനെന്തെങ്കിലും ഇംപ്രൊവൈസ് ചെയ്യാനുള്ളത് ഇംപ്രൊവൈസ് ചെയ്യുക, എന്നിട്ട് ബാക്കി മുഴുവൻ ചെയ്തത് നിങ്ങളായിരുന്നു. ഫസ്റ്റ് ഇവിടെ ടീച്ചർ ചെയ്ത പ്രിപ്പറേഷനും പ്രസന്റേഷനും മാത്രം അസോസിയേറ്റ് ചെയ്തു, പഠിച്ച കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തു, കമ്പയർ ചെയ്തു, സിമിലാരിറ്റീസ് മനസ്സിലാക്കി, ഡിഫറൻസസ് മനസ്സിലാക്കി, അത് കുട്ടിയെ ചെയ്ത് ജനറലൈസ് ചെയ്തു. അവർ കിട്ടിയ ഇൻഫർമേഷൻസിനെ എല്ലാം കൂടി ചേർത്ത് ഒരു അബ്സ്ട്രാക്ട് ഐഡിയ ഉണ്ടാക്കി. ഒരു പ്രിൻസിപ്പിൾസ്, ഡെഫിനേഷൻ എല്ലാം കൂടി ചേർത്ത് അവർ ആ റിസൾട്ട് റിലേറ്റഡ് ആയിട്ട് അവരതിനെ ജനറലൈസ് ചെയ്തു. ആപ്ലിക്കേഷൻ, പുതിയ ഇതായി കിട്ടിയ അറിവ് അവര് എവിടെയെങ്കിലും ഒക്കെ അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വന്നാൽ അവരത് അവിടെ അപ്ലൈ ചെയ്യും അല്ലെ. കുഞ്ഞു കുട്ടികളെ അഡീഷൻ പഠിപ്പിക്കുമ്പോൾ അവരുടെ ഒരു കയ്യില് 3 ട്രോഫീസ് വെച്ചു, മറ്റേ കയ്യില് 2 ട്രോഫീസ് വെച്ചു. എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ പഠിച്ച അഡീഷൻ അവരതിലേക്ക് അപ്ലൈ ചെയ്യും അല്ലെ. സോ ദാറ്റ് ഇസ് ആപ്ലിക്കേഷൻ ആണ് 5th സ്റ്റെപ്പ്. അപ്പൊ പുതിയതായി കിട്ടിയ ഇൻഫർമേഷനെ അവരുടെ പുതിയ സിറ്റുവേഷൻ വരുമ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ 5 സ്റ്റെപ്സ് ആയിരുന്നു: പ്രിപ്പറേഷൻ, പ്രസന്റേഷൻ, അസോസിയേഷൻ, ജനറലൈസേഷൻ, ആപ്ലിക്കേഷൻ. പ്രിപ്പറേഷനും പ്രസന്റേഷനും ടീച്ചറാണ് ചെയ്യുന്നത്, ബാക്കി 3 കുട്ടികളാണ് ചെയ്യുന്നത്. അസോസിയേഷൻ അവർ കണക്ട് ചെയ്യുന്നു, കണ്ടുപിടിച്ച കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നു, സിമിലാരിറ്റീസ് നോക്കുന്നു, ഡിഫറൻസസ് നോക്കുന്നു, ജനറലൈസ് ചെയ്യുന്നു. ജനറലൈസ് ചെയ്ത് അതിനൊരു സർട്ടൻ റിസൾട്ട്, ഒരു കൺക്ലൂഷൻ പോലെയൊക്കെ ആക്കി എടുക്കുന്നു. പിന്നെ കിട്ടിയ ഇൻഫർമേഷൻ അപ്ലൈ ചെയ്യും. ഓക്കെ, പുതിയ ആയിട്ട് കിട്ടിയ ഇൻഫർമേഷൻ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിലേക്ക് അവര് അപ്ലൈ ചെയ്യും. ഇതാണ് ഹെർബേർഷ്യൻ അപ്രോച്ച് എന്ന് പറയുന്നത്. വളരെ ഓൾഡ് ക്ലാസിക്കൽ അപ്രോച്ച് ആണെന്നാണ് പറയുന്നത്. 5 സ്റ്റെപ്സ് നമ്മളിപ്പോ പറഞ്ഞു. യു ക്യാൻ റിലേറ്റ് ഇറ്റ് ടു എനിത്തിങ്. അപ്പോ ഈ അപ്രോച്ചിന്റെ ബെനിഫിറ്റ്സ് എന്താ ശരിക്കും? ബെനിഫിറ്റ്സ് അല്ല, മീൻസ് ഗോൾ എന്താ ശരിക്കും? ഈ അപ്രോച്ച് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കുട്ടികളെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന്റെ ഒരു അപ്രോച്ചാണ് അല്ലേ. അതിനുവേണ്ടി ടീച്ചർ പ്രിപ്പയർ ആയി വരുന്നു, പ്രസന്റ് ചെയ്യുന്നു. പുതുതായി ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ അപ്രോച്ച്. വളരെ ഓൾഡ് ക്ലാസിക്കൽ അപ്രോച്ചാണ്. നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസ് ഫെമിലറൈസ് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയല്ലേ. അതെല്ലാം നിങ്ങൾക്ക് ന്യൂ മെറ്റീരിയൽസ്, നിങ്ങളിലേക്ക് അത് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്ത് കാണിക്കുന്നു. ബാക്കിയെല്ലാം ചെയ്തത് നിങ്ങളല്ലേ അല്ലേ. അതിനെ ഓരോന്നുമായിട്ട് റിലേറ്റ് ചെയ്യാൻ നോക്കി, കണക്ട് ചെയ്യാൻ നോക്കി, അവസാന റിസൾട്ട് ഒരു കൺക്ലൂഷനിൽ എത്തി. ഇനി എവിടെയെങ്കിലും അത് അപ്ലൈ ചെയ്യണം, വർക്ക് ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഏതെങ്കിലും വിഷയം ഇതിൽ ടഫായിട്ട് തോന്നുവാണെങ്കിൽ ഈ സിമ്പിൾ മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം, ലൈക്ക് അതുപോലെ. അപ്പൊ ഇതിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നു ടു ലേൺ ന്യൂ തിങ്സ്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോ ഇവിടെ അവരുടെ മൈൻഡ് ഡെവലപ്പ് ചെയ്യുവാണ്. അവര് തന്നെത്താനെയാണ് അസോസിയേറ്റ് ചെയ്യുന്നത്, ജനറലൈസ് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത് അല്ലെ. ടീച്ചറുടെ ഡ്യൂട്ടി ആ ഫസ്റ്റ് 2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോ കഴിയും. പ്രസന്റേഷൻ ആൻഡ് പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ. ബാക്കി കുട്ടികളാണ് എല്ലാം ചെയ്തുകൊണ്ട് വന്നത്. സോ കുട്ടികളുടെ മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്നു അങ്ങനെയുള്ള ഇത്. പിന്നെ കുട്ടികൾ അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അതിനെ ഒരു നോളജ് ആയിട്ട് അവർ സെറ്റ് ചെയ്ത് വെക്കും. കിട്ടിയ വിവരങ്ങളെ ഒരു അറിവായിട്ട് മാറ്റുന്നു. ആ ഇൻഫർമേഷനെ നോളജ് ആക്കി മാറ്റിയിട്ട് അവരത് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർക്ക് അവരുടെ ഒരു ലൈഫ് ലേണിംഗ് പ്രോസസ്സിലെ പോലെ ആയിട്ട് കണക്ട് ചെയ്യുന്നു, ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എഫിഷ്യന്റ്ലി ആയിട്ട് നോളജ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ഗുണം. പണ്ട് കൊച്ചു ക്ലാസ്സുകളിലൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ഡേറ്റ്സ്, ചില സംഭവങ്ങളുടെ പേര്, ആളുകളുടെ പേര്, ഇതൊക്കെ കുട്ടികളെ കൊണ്ട് കാണാതെ പഠിപ്പിക്കും അല്ലെ. 10 പ്രാവശ്യം എഴുതിയ അപ്പോഴേക്കും കാണാതെ പഠിച്ചോളും. ആ രീതിയിൽ ഒരു പഠിപ്പിക്കൽ രീതി ഉണ്ടായിരുന്നോ?
എഴുതി എഴുതി പഠിപ്പിക്കും. ആ, എഴുതി കൂടുതലും ചെറിയ ക്ലാസ്സുകളിലാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആ നോളജ് അവരുടെ കയ്യിൽ ഉണ്ടാവും. ഓക്കെ, അത് അവർ അപ്ലൈ ചെയ്യും, ലൈഫിൽ അപ്ലൈ ചെയ്യും. അവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യും. ഇതൊക്കെയാണ് ഈ അപ്രോച്ച് എന്ന് പറയുന്നത്. അത് ഏത് എഡ്യൂക്കേഷണൽ, ഇങ്ങനെ ഇപ്പൊ സ്കൂളാണെങ്കിലും കോളേജ് ആണെങ്കിലും റിസർച്ച് ചെയ്യുന്നിടത്താണെങ്കിലും കൂടുതൽ വർക്ക് ചെയ്യുന്നിടത്ത് റിലേറ്റഡ് സ്റ്റഡി ചെയ്യുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഈ ഒരു അപ്രോച്ച് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഇതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്തൊക്കെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര രസമാട്ടോ വായിക്കാൻ. നമ്മൾ അത്രയും നമുക്ക് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അഥവാ സെമിനാർ ആണെങ്കിലും നമ്മൾ ഔട്ട് ഓഫ് ദ ക്ലാസ് നമുക്ക് വേറെ ടൈമിലൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ട വരുമോന്ന് എനിക്ക് അറിയില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം പ്ലാനിങ് കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല. നെക്സ്റ്റ് വൺ, അതായത് സെക്കൻഡ് വൺ ആണ് ഇവാലുവേഷൻ അപ്രോച്ച്. ബ്ലൂംസ് അല്ലെ, ബ്ലൂം എന്ന് പറഞ്ഞ ആളുടെ BS ബ്ലൂംസ് ഇവാലുവേഷൻ അപ്രോച്ച്. ഇതൊരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ആയിരുന്നു ഈ ഇദ്ദേഹത്തിന്റെ BS ബ്ലൂമിന്റെ ഇവാലുവേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സിസ്റ്റമാറ്റിക് മെത്തേഡ് കുട്ടികളുടെ ലേണിംഗ് പ്രോസസ് അസസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് സയന്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡായിരുന്നു. ചുമ്മാ ശരിക്കും ഇതെല്ലാം നല്ല പോലെ സ്റ്റഡി ചെയ്തിട്ട് വേണം ശരിക്കും നമ്മളുടെ കുട്ടികളുടെ അക്കാദമിക് ഏരിയ അല്ലെങ്കിൽ കരിക്കുലം ആ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ. ഇത് ഓരോ വർഷവും പല 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 ചേഞ്ചസ് വരുന്നുണ്ട്. അത് ശരിയായ സയന്റിഫിക് ആണോ, കുട്ടികൾക്ക് എന്തെങ്കിലും അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടോ, അതൊന്നും ഇല്ലാതെ പരീക്ഷണം പോലെയൊക്കെ പലപ്പോഴും പല കാര്യങ്ങളും നടത്താറുണ്ട്. ചിലപ്പോൾ ഉദ്ദേശശുദ്ധി നല്ലതായിരിക്കാം, പക്ഷെ അതിന്റെ റിസൾട്ട് പക്ഷെ ഉദ്ദേശിച്ച പോലെ വരാറുണ്ടായിരുന്നു. കുട്ടികളൊരു ഗോള് സെറ്റ് ചെയ്ത് അതിലേക്ക് അവരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്നു. എന്നിട്ട് കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അവരുടെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യും. ഇവിടെ നല്ല ക്ലാരിറ്റി ആയിട്ടാ കാര്യങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ ലേണിംഗ് ഗോൾസ് അവർ പഠിച്ച് ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്തുന്നതിനെ പറ്റി നല്ലൊരു ക്ലിയർ പിക്ചർ ഉണ്ടാകും ഈ ബ്ലൂംസ് ഇവാലുവേഷൻ അപ്രോച്ചില്. എപ്പോഴും മെയിൻ പോയിന്റ്സിൽ ഫോക്കസ് ചെയ്യും. ഈ ഒരു അപ്രോച്ചിന്റെ ഒരു പ്രത്യേകതയാണ് മെയിൻ ഫോക്കസിൽ അപ്രോച്ച് ചെയ്യും. അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാതെ സ്പെസിഫിക് ആയിട്ടുള്ള ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എല്ലാം, അതായത് എടുക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ കുട്ടികളുടെ ബുദ്ധി, കോഗ്നിറ്റീവ് നോളജ്, അവരുടെ ആ നോളജ് അറിവ്, അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ ലേണിംഗ് പ്രോസസ്, കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയറും കണക്കെടുക്കും, അവരുടെ നോളജും നോക്കും. എന്നിട്ടാണ് ഈ ഒരു ഇവാലുവേഷൻ അപ്രോച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ സ്കിൽസ്, ഈ 3 ഏരിയാസ് നല്ല പോലെ വെരിഫൈ ചെയ്യും. 3 ഏരിയാസ് നോക്കും. ഓരോ കുട്ടിയും എടുത്തിട്ട് ആ കുട്ടിയുടെ നോളജ്, അതുപോലെ തന്നെ ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ്, ആ കുട്ടിയുടെ സ്കിൽസ്, ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഈ അപ്രോച്ച് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഫോക്കസ് ചെയ്തിട്ടാണ് ഇവർക്ക് വേണ്ടുന്ന ലേണിംഗ് പ്രോസസ് കൊടുക്കുന്നത്. അതാണ് ബ്ലൂംസിന്റെ മെത്തേഡിന്റെ ഒരു പ്രത്യേകത. പിന്നെ അങ്ങനെ ആ ഒരു അപ്രോച്ചാണ് ബ്ലൂംസിന്റെ വരുന്നത്. അതായത് ഒരു ക്ലാരിറ്റി ഉണ്ടാവും, എന്താണ് പഠിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവും, അതിന്റെ റിസൾട്ട് എന്ത് കിട്ടും എന്നുള്ളതെല്ലാം നല്ല ക്ലാരിറ്റി, എല്ലാം സ്പെസിഫിക് ആയിട്ട് ക്ലിയർ ആയിട്ട് അസൈൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബ്ലൂംസിന്റെ ഇവാലുവേഷൻ. കുട്ടികളുടെ 3 ഏരിയ എല്ലാം, നോളജ്, ആറ്റിറ്റ്യൂഡ്, സ്കിൽസ്, ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും ഇവരിലേക്ക് ആ ലേണിംഗ് പ്രോസസ് അതിലേക്ക് നല്ലപോലെ ഫോക്കസ് ചെയ്തിട്ട്. പിന്നെ ടീച്ചിങ് ആക്ടിവിറ്റീസും അസസ്മെന്റും എല്ലാം നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്യും. ഇവർ ആ ഗോളിലേക്ക് എത്തുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യും. അല്ലെങ്കിൽ അല്ലാതെ അതും ഇതും ഒക്കെ ചെയ്ത് വെറുതെ സമയം കളയാന്നല്ല, കറക്റ്റ് സയന്റിഫിക് ആയിട്ട് ആ ഒരു ഗോളിലേക്ക് എത്താനായിട്ട് എന്തെല്ലാം ആക്ടിവിറ്റീസ് വേണം, എന്തെല്ലാം അസസ്മെന്റ് വേണം, ഇതെല്ലാം നോക്കും. അത് ആ ഒരു കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ്, അപ്പൊ ഓരോ കുട്ടിയുടെയും ആറ്റിറ്റ്യൂഡും സ്കിൽസും അനുസരിച്ചായിരിക്കും അത് ഡിസൈൻ ചെയ്യുന്നത്. ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പല രീതിയിലുള്ള അസസ്മെന്റ് മെത്തേഡുകൾ എടുക്കും.
ഇവാലുവേഷന് വേണ്ടിയിട്ട് പല അസസ്മെന്റ് മെത്തേഡുകൾ എടുക്കും. അതായത് ഒബ്സർവേഷൻ, നമുക്കറിയാം ഒബ്സർവേഷൻ വളരെ മസ്റ്റ് ആണെന്നുള്ളത്. ആ ഒബ്സർവേഷനിലൂടെയാണ് കുട്ടിയുടെ സ്കില്ലും ആറ്റിറ്റ്യൂഡും എല്ലാം നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ. പിന്നെ ചില പ്രോജക്റ്റുകൾ ചെയ്യാനായിട്ട് ഏൽപ്പിക്കാം. പിന്നെ കുട്ടിയെ കൊണ്ട് പല പോർട്ട്ഫോളിയോസോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഈ ഇതിനകത്ത് ബ്ലൂംസ്, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കാണട്ടോ, ബ്ലൂംസ് ടാക്സോണമി എന്നും പറഞ്ഞിട്ടൊരു ട്രയാങ്കിൾ ഷേപ്പില് ഹൈറാർക്കി കാണിക്കുന്ന രീതിയിൽ ഓരോരോ ലെവൽസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കാം. നമുക്ക് അത്രയ്ക്കൊന്നും വേണ്ട, എന്നാലും നോക്കിയാൽ നന്നായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആരായിരുന്നു? ബ്ലൂംസിന്റെ ഇവാലുവേഷൻ, ഈ ക്ലാസ് റൂം മാനേജ്മെന്റിലെ അപ്രോച്ചസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് IK ഡേവിസ്, അദ്ദേഹത്തിന്റെ മാനേജിങ് ടീച്ചിങ് ലേണിംഗ്, ഐവർ K ഡേവിസ് എന്നാണ് പേര്. IK ഡേവിസ് അദ്ദേഹം ഒരു ടീച്ചറായിരുന്നു. അദ്ദേഹം ഒരു മോഡേൺ ടീച്ചിങ് ആൻഡ് ലേണിംഗ് കൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവന്നു. ഓക്കെ, അദ്ദേഹത്തിന്റെ കൺസെപ്റ്റില് ടീച്ചേഴ്സ് മാനേജർ ആണ്. ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അവിടെ ടീച്ചർ അല്ല, ആ ടീച്ചർ ഒരു മാനേജർ എന്നുള്ള രീതിയിലാണ് ഡിവിസ് പറഞ്ഞത്. ഡിവിസിന്റെ ടീച്ചിങ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലീഡിങ്, ടീച്ചർ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നു, ലേണിംഗ് ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യിക്കുന്നു, അവരുടെ ആക്ടിവിറ്റീസ് അപ്രൈസൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു കുട്ടികൾക്ക്. അതാണ് ഇതിലെ ലീഡിംഗ് എന്നുള്ള രീതിയിൽ. വെരി വെൽ ഡൺ, വെരി ഗുഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അപ്രൈസലൊക്കെ കുട്ടികൾക്ക് കൊടുക്കുള്ളൂ. ദെൻ കൺട്രോളിങ്, ടീച്ചർക്കാണ് കൺട്രോളിങ് പവർ ഉള്ളത്. ടീച്ചിങ്, ആ ലേണിംഗ് പ്രോസസ് അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ടീച്ചറായിരിക്കും. ഓർഗനൈസേഷൻ മോഡലിലാണ് അദ്ദേഹം ചെയ്തത്. അതിനകത്ത് പ്ലാനിങ്, ലേണിംഗ്, ഇവന്റ്, റിഫ്ലക്ഷൻ, ആക്ഷൻ, അങ്ങനെ ആ ഒരു ബിസിനസിന്റെ രീതിയിൽ തന്നെ അദ്ദേഹം അത് പറഞ്ഞു, ഈ IK ഡേവിസ്. ഓക്കെ, അവിടെ ടീച്ചറെ മാനേജർ ആയിട്ട് തന്നെ വെച്ചിട്ട് ടീച്ചറാണ് കുട്ടികളെ പല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് ഗോളിലേക്ക് എത്തിക്കുന്നതും അവരെ ഇൻസ്പയർ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടീച്ചർ ചെയ്യുന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് വൺ, ഓർഗനൈസിങ് ടീച്ചിങ്, മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിഫ്ലക്റ്റീവ് യൂസ്. കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ കാണാതെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മെമ്മറി ലെവൽ ടീച്ചിങ് അതായിരുന്നു പണ്ടൊക്കെ ചെയ്യും. മെമ്മറൈസിങ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ, അതായത് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർത്തോർത്ത് വെക്കാനുള്ള ഒരു പ്രാക്ടീസ്. അത് ഇനീഷ്യൽ ഫേസ് ഓഫ് ടീച്ചിങ് ആണ്. കൊച്ചുകുട്ടികളിലാണ് സാധാരണ ചെയ്യുന്നത്. കുട്ടികൾ മുതിർന്നു വരുമ്പോഴേക്കും തന്നെത്താൻ അവരുടെ ഈ രീതി മാറും. ചിലർ ഇപ്പൊ ടീച്ചർമാരെ നോട്ട് കൊടുത്താലും അവരുടെ ഓൺ നോട്ട്ബുക്ക് ഇവർ ഉണ്ടാക്കും ടീച്ചർ ക്ലാസ്സിൽ. അങ്ങനെ ചില കുട്ടികൾ ചെയ്യാറുണ്ട്. ടീച്ചർ തരുന്ന നോട്ട് അങ്ങനെ പഠിക്കാതെ അവർ ഓണായിട്ട് ആ കാര്യങ്ങളെ കുറിച്ച് എഴുതും. അങ്ങനെയാണ്. അപ്പൊ ചെറിയ പ്രായത്തിൽ ഇവർ മക്കപ്പ് ചെയ്യുമായിരിക്കാം. അതായത് ഈ മെമ്മറി ലെവൽ ടീച്ചിങ് ചെയ്യും. അതൊരു ഇനീഷ്യൽ ഫേസ് ഓഫ് ടീച്ചിങ് ആണ്. അത് ലോവർ ക്ലാസ്സസിനാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അവിടെ എങ്ങനെയാ ഇവരെ മെമ്മറൈസ് ചെയ്യുന്നത്? പലതവണ റിപ്പീറ്റ് ചെയ്ത് പലതവണ അവരെ കൊണ്ട് എഴുതിപ്പിച്ച് ഒരു റിപ്പിറ്റീഷൻ, അതിലൂടെയാണ് മെമ്മറൈസ് ചെയ്യുന്നത് അല്ലെ. ഈ ടീച്ചിങ് റിപ്പിറ്റീഷൻ, പിന്നെ ഫ്ലാഷ് കാർഡ്സ് കാണിച്ച് എപ്പോഴും അങ്ങനെ അത് പല ആക്ടിവിറ്റീസ് റിപ്പീറ്റ് ചെയ്ത് അങ്ങനെയാണ് ഇത് മെമ്മറൈസ് ചെയ്യിക്കുന്നത്. ആ ഒരു ടീച്ചിങ് മെത്തേഡ് അതായിരുന്നു, റിപ്പീറ്റേഷൻ. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ഡേറ്റ, പേര്, അങ്ങനത്തെ ഡെഫിനേഷൻ അതൊക്കെ ഓർക്കാനായിട്ട് യൂസ്ഫുൾ ആണ്. പക്ഷെ അത്ര സയന്റിഫിക് അല്ല മകപ്പ് ചെയ്യാന്നുള്ളത്. നമ്മൾ പണ്ട് ഈ പ്രത്യേകിച്ചും സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ പഠിക്കുന്നതിലാണ് ഈ യുദ്ധങ്ങളുടെ ഡേറ്റും അതും ഇതൊക്കെ ഓർക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ചില ടിപ്സ് ഒക്കെ യൂസ് ചെയ്ത് ഡേറ്റ് നമ്മളുടെ ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ഡേറ്റുമായിട്ട് കണക്ട് ചെയ്തോ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മളിപ്പോ പാനിപ്പാട്ട് യുദ്ധം അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പഠിക്കുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ ഓർത്തു വെക്കും അല്ലെ. അത് ഒരു ടൈപ്പ് ഓഫ് ദിസ് മെമ്മറി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിഫ്ലക്റ്റീവ് ലെവലാണ്. അപ്പൊ ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ സ്റ്റുഡൻസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ കുറവായിരിക്കും. പക്ഷെ ഫോഴ്സ്ഫുള്ളി ഇവരെ ഓർപ്പിക്കാനായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു, അവരെ കൊണ്ട് എഴുതിപ്പിക്കുന്നു, അങ്ങനത്തെയൊക്കെ അല്ലേ. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കാണാതെ പഠിക്കുന്നത് കാരണം കുട്ടികൾക്ക് ഇൻഫർമേഷന്റെ കറക്റ്റ് ആയിട്ടുള്ള അവർക്ക് അറിയില്ല. നമ്മളൊക്കെ തന്നെയും ചെറുപ്പകാലത്ത് ചിലതൊക്കെ കാണാതെ പഠിച്ചതൊന്നും അതിന്റെ കുറച്ചുകൂടെ
ഡീറ്റെയിൽ ആയിട്ട് സയന്റിഫിക് ആയിട്ട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. അതേസമയം ഇതൊരു അറിവായിട്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ, ഇതൊരു നോളജ് ആണ്, ഇത് എനിക്ക് അറിയണം എന്നുള്ള രീതിയിൽ പഠിക്കുവാണെങ്കിൽ, അതായത് നമ്മളത് മറ്റുള്ളതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതൊരു നോളജ് ആയിട്ട് നമ്മൾ വെക്കുവാണെങ്കിൽ. അതേസമയം മെമ്മറൈസ് ചെയ്ത് ഓർമ്മയിൽ ഇങ്ങനെ കാണാതെ ഓർത്തിരിക്കാനാണെങ്കിൽ നമുക്ക് ഒരിക്കലും അതൊരു നോളജ് അല്ല. അങ്ങനെയുള്ള കുറച്ച് ലിമിറ്റേഷൻസ്. പിന്നെ ലോ ഓഫ് സ്റ്റാൻഡേർഡ്സ് ചെറിയ ക്ലാസ്സുകളിലായത് ആണ്, വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ മറ്റുള്ള അപ്രോച്ചുകളാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അപ്രോച്ച് ടു ക്ലാസ് റൂം മാനേജ്മെന്റ് വരുന്നത്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. നമുക്ക് ഇങ്ങനെ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്ന് ബ്രീഫ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ നമ്മൾ പറഞ്ഞത് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഏറ്റവും ലോ യൂണിറ്റ് ആയ ക്ലാസ് റൂമിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ക്ലാസ് റൂം ആകുമ്പോൾ അവിടുത്തെ മെയിൻ ആൾക്കാർ ടീച്ചേഴ്സും സ്റ്റുഡൻസും ആണ്. ചില അപ്രോച്ചുകളിൽ ടീച്ചർ ഈസ് ദ മാനേജർ എന്നുള്ള രീതിയിൽ ടീച്ചറാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ ഓരോ അപ്രോച്ചിലും ടീച്ചർ ചെയ്യുന്ന കാര്യങ്ങളും കുട്ടി ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പോ സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ. എനിത്തിങ് എൽസ്? No, ma'am. Thank you, ma'am. മോഡൽ എക്സാം നടക്കുന്ന സമയത്ത് നമ്മുടെ PG-യുടെ ക്ലാസ് ഇല്ല, എക്സാം ഡേയില് ക്ലാസ് ഉണ്ടാവില്ല PG-യുടെ. അത് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, കാരണം നമുക്ക് ക്ലാസ് മിസ്സാവാതിരിക്കാനായിട്ട്. ബുധനാഴ്ചയല്ലേ എക്സാം തുടങ്ങുന്നത്. മൺഡേ ട്യൂസ്ഡേ ക്ലാസ് ഉണ്ടാകും അടുത്ത ആഴ്ച. അത് കഴിഞ്ഞിട്ട് വ്യാഴാഴ്ചയാണല്ലോ എക്സാം തീരുന്നത്. ഫ്രൈഡേ സാറ്റർഡേ ക്ലാസ് വെക്കാം എന്നുള്ള രീതിയിൽ, കാരണം ക്ലാസ് പോകണ്ട, മിസ്സാവണ്ടെന്ന് വെച്ചിട്ടാണേ. അതാ ചോദിച്ചത്. കണ്ടക്ട് ചെയ്യാൻ പറ്റും. മൺഡേ അങ്ങനെ ആക്കാനായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ അടുത്ത ആഴ്ച PG-യുടെ ക്ലാസ് നമുക്ക് കിട്ടില്ലല്ലോ. നിങ്ങൾ സ്ട്രെസ് ചെയ്യണ്ട. അപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ റെക്കോർഡ് ക്ലാസ് കണ്ടാലും മതി. വേറെ ക്ലാസ്സസ് ഒന്നും ഇല്ലല്ലോ, ക്ലാസ് എല്ലാം കഴിഞ്ഞില്ല. മോഡൽ എക്സാം കഴിയുമ്പോൾ നമുക്കൊരു റിഫ്രഷിംഗ് സെഷൻ ഉണ്ട് കേട്ടോ. ഒരു 1.5 മണിക്കൂർ നമ്മൾ ഏതെങ്കിലും പോർഷൻസിൽ എന്തെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്ത് ഒന്ന് റിവൈസ് ചെയ്യും തിയറി. അത് കൂടാതെ 1 അവറിന്റെ ഒരു പ്രാക്ടിക്കൽ ഓൺലൈൻ സെഷനും ഉണ്ടായിരിക്കും. Okay, ma'am. നമുക്ക് 5th റെക്കോർഡില്ലേ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കാനുള്ള പിക്ചർ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറയുന്നില്ല, പക്ഷെ തന്നിട്ടില്ലല്ലോ. ഫസ്റ്റ് ബാച്ചിലും കൊടുത്തിട്ടില്ല. പിക്ചർ എടുക്കാനുള്ള സംവിധാനം അവിടെ ചെയ്യുന്നുണ്ട്. റെക്കോർഡ് നാളെ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ കിട്ടും. 5th റെക്കോർഡ് സുജാത നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനത് കൊടുത്തിട്ടുണ്ട് റിജോയ്ക്ക്. റിജോ നാളെ ഷെയർ ചെയ്യും. ഈവനിങ് ആയി കൊടുത്തപ്പോ 4 മണി കഴിഞ്ഞു. 4:30 വരെയല്ലേ ഓഫീസുള്ളൂ. 4:30 ആവാറായെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു നാളെ കൊടുത്താൽ മതി. നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടുമോ ഇപ്പൊ? PG ആണോ? PG-യുടെ മോണ്ടിസോറി ടേംസും തരാനുണ്ട്. പാർട്ട് 3 മോണ്ടിസോറി ടേംസും ഉണ്ട്. പാർട്ട് 4 അശ്വതി മിസ് കുറെ തന്നിട്ടുണ്ടല്ലോ. ബാക്കി 2-3 യൂണിറ്റ് കൂടെ തരും. പിന്നെ മോണ്ടിസോറി ടേംസും ഉണ്ട്. ഫസ്റ്റ് PG-യുടെ ഞാൻ തരാം. ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യണം. അതിങ്ങനെ തലയിലേക്ക് വരുമ്പോ വേറെ ഒന്നും വരില്ല തലയിൽ. അതാണ് ഒരു പ്രശ്നം. ക്വസ്റ്റ്യൻ പേപ്പർ ഇടണ്ടേ 12-ാം തീയതി. ഈ ടേം ടെസ്റ്റ് തന്ന പോലെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്കും 5 ഡേയ്സിന് മുമ്പ് കൊടുക്കണം എന്നാണ്. കാരണം റിജോയ്ക്ക് ഇതിന്റെ ബ്രേക്ക് ആവണം, വോയിസ് ബ്രേക്ക് ആവുന്നു. കേട്ടില്ല സ്മിത, വോയിസ് ബ്രേക്ക് ആവും, റേഞ്ച് ഇഷ്യൂ. PDF ബേസ്ഡ് സ്മിത എന്തായാലും എന്തോ പറഞ്ഞ് എൻജോയ് ചിരിക്കുന്നുണ്ട്. ഞങ്ങൾ കേട്ടില്ല. കുറവായിരുന്നു. സ്മിത സോറി, ഞങ്ങളോട് ഒന്നുകൂടെ പറയൂ. ഞങ്ങൾ കേട്ടില്ല, ഞങ്ങൾ ചിരിക്കട്ടെ. ആ സമയത്താണ് ഞാൻ സ്റ്റാറ്റസ് വിളിക്കില്ലേ പ്ലീസ് എന്നും പറഞ്ഞു. മൊഡ്യൂൾ ഫസ്റ്റിന്റെ ടേം ടെസ്റ്റേ ഞങ്ങൾക്ക് കൂടുതലും PDF ബേസ്ഡ് അല്ലായിരുന്നല്ലോ.
അത് ശരിക്കും ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഒത്തിരി. ആണോ? ഉം. കുറച്ച് സ്ട്രഗിൾ പിന്നെ ആയിരുന്നു. അത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് കുറച്ച് ആയതുകൊണ്ടല്ലേ ഔട്ട് ഓഫ് അങ്ങനെ ക്വസ്റ്റ്യൻസും. നിങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ കഷ്ടപ്പെട്ടിരുന്നത്, ഞാൻ ആലോചിച്ചുണ്ടാക്കിയ ക്വസ്റ്റ്യൻസാ. പേടിക്കണ്ട, മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ആ ടേം എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസും എല്ലാം വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യും. ക്വസ്റ്റ്യന് നമുക്ക് അതൊക്കെ തന്നെയായിരിക്കും, ചിലപ്പോൾ സ്ട്രക്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറും. 5 സബ്ജക്റ്റ് ഞാനായിരിക്കും ഇടുന്നത്. കഴിഞ്ഞ ഫസ്റ്റ് ബാച്ചിന് ഭയങ്കര ടഫ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു പരാതിയായിരുന്നു. പക്ഷെ ആക്ച്വലി മോക്ക് ടെസ്റ്റ് ചെയ്തായിരുന്നു കുറേ വന്നത്. മോക്ക് ടെസ്റ്റ് ആരും പ്രാക്ടീസ് ചെയ്യുന്നില്ല, എല്ലാരും ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല എന്ന് തോന്നുന്നു. നോക്കൂ, എക്സാം 8 to 9 ആണ്. സോ എല്ലാവരും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം ആണെന്ന് തോന്നുന്നു അത്. പിന്നെ എനിക്ക് തോന്നുന്നു 20 മിനിറ്റ്സ് കൊണ്ടൊക്കെ തീരും. 50 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീരാവുന്നല്ലേ ഉള്ളൂ. വായിക്കാനായിട്ട് അത്രയും ടൈമൊക്കെ എടുക്കുന്നുള്ളൂ. ഫസ്റ്റ് ബാച്ചുകാർ 20 മിനിറ്റ്സിലൊക്കെ തീർന്നവരുണ്ട്. പിന്നെ കുറച്ച് കുട്ടികൾ ഗൾഫിലുള്ളവർക്ക് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ അവിടെ നോമ്പ് തുറക്കുന്ന ടൈമാണെന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർക്ക് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക ഓഫീസിൽ ആലോചിച്ചുകൊണ്ടിരിക്കും. നമുക്ക് നാട്ടിലെ ടൈം വെച്ചിട്ടല്ലേ നമുക്ക് എക്സാം വെക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാല് 9 മണി വരെയും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആള് അതിൽ കൂടുതൽ അവരോടൊക്കെ വെയിറ്റ് ചെയ്യാൻ പറയണ എങ്ങനെയാ. അതിനെന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്കും നമ്മുടെയും ഒരു പേഴ്സണൽ ടൈം ഒക്കെ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് 8 മണിക്ക് വേഗം കയറി പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി അങ്ങ് പോവാലോ. സോ വായിച്ചു നോക്കൂ. കാരണം PDF ചില ചാപ്റ്ററിന്റെ PDF ഇച്ചിരി വായിക്കുമ്പോ ടഫായിട്ട് തോന്നും. ക്ലാസ്സിലിരുന്ന് നമ്മൾ കേട്ട് കേട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല, വായിച്ചു തുടങ്ങുമ്പോൾ ടഫാന്ന് തോന്നുന്നു എന്നൊക്കെ ഫസ്റ്റ് ബാച്ചിലെ കുട്ടികൾ പറയണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരു 1.5 മണിക്കൂറിന്റെ ഒരു റിഫ്രഷിംഗ് സെഷൻ വെക്കുന്നത്. സോ വി വിൽ ഡിസ്കസ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഷെയർ ചെയ്യാം. എവിടെയെങ്കിലും എന്തെങ്കിലും സ്കിപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു പോകാം. പിന്നെ പ്രാക്ടിക്കൽ സെഷൻ 1 hour കൊണ്ട് തീരുമെന്ന് എനിക്കറിയില്ല. കാരണം മൊഡ്യൂൾ 3 കംപ്ലീറ്റ് ഡെമോൺസ്ട്രേഷന്റെ കാര്യം ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്യും. കാരണം അത് കുറെ ആക്ടിവിറ്റീസ് ബാച്ച് 1 ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞത് നമ്മുടെ ഏതാ സിജി കേട്ടില്ല. ബാച്ച് 1 നമ്മുടെ MT1 മോഡൽ എക്സാം ഇട്ടപ്പോ അവര് ടഫാന്ന് പറഞ്ഞു. പക്ഷെ മോക്ക് ടെസ്റ്റുകളിലെ ക്വസ്റ്റ്യൻസ് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മാം ഞാൻ ചോദിച്ചതേ, അവരുടെ ഈ MT1 അവര് പറഞ്ഞില്ലേ ഡിഫിക്കൽട്ട് ആണ് അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞത് PDF നമ്മുടെ വായിക്കുമ്പോ ഡിപ്ലോമയുടെ പോർഷൻസ് ആണോ പറഞ്ഞത്? അതെ അതെ, ഡിപ്ലോമയുടെ പോർഷൻ ആണല്ലോ നമ്മളിപ്പോ എക്സാം എടുക്കുന്നത്. ഓക്കെ മാം, ഓക്കെ ഓക്കെ. നമ്മുടെ PG സബ്ജക്ട് നമുക്കിപ്പോ ആയിട്ടല്ലേ ഉള്ളൂ. അതല്ല അവര് പറയണേന്ന് വെച്ചാൽ ക്ലാസ്സിൽ പറയുമ്പോൾ അവർക്ക് നല്ല ഈസി ആയിട്ടൊക്കെ തോന്നുന്നു. പക്ഷെ PDF വായിക്കാൻ എടുക്കുമ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നുന്നു. ഇതിലെ ലാംഗ്വേജ് കുറച്ച് വ്യത്യാസമുണ്ട്, അതായിരിക്കും. കാരണം അതേ സെന്റൻസ് ഞാൻ അതിന്റെ കണ്ടന്റ് ഒരു അങ്ങനെ റിലേറ്റ് ചെയ്താണ് പറഞ്ഞു പോവാറ്. അപ്പൊ അത് നമുക്കിനി ഒരു റിഫ്രഷിംഗ് സെഷൻ വെക്കുമ്പോഴേക്കും അതങ്ങ് ശരിയാകും, നമുക്ക് മനസ്സിലാവും. ഓക്കെ, വായിക്കും. സമയം കിട്ടുമ്പോഴൊക്കെ പതുക്കെ വായിക്കുക. പഴയ മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഒരു 100 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തില്ലായിരുന്നോ, അത് ചെയ്യുക. ഫസ്റ്റ് ബാച്ചുകാരുടെ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അത് ചെയ്യുക. അവരുടെ മോഡൽ എക്സാമിന്റെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അത് ഒരു പ്രാവശ്യമെങ്കിലും അതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോകണം. അതിനുള്ള സമയം കണ്ടെത്തണം. അപ്പൊ തന്നെ ഓൾമോസ്റ്റ് ഫുള്ളായി ആ ഒരു നമ്മുടെ. കാരണം അവർക്ക് കൊടുത്ത 100 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വന്ന 100 ക്വസ്റ്റ്യൻസും ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ തന്നെ 200 ക്വസ്റ്റ്യൻ അവിടെ കിട്ടി അല്ലെ. പിന്നെ മോക്ക് ടെസ്റ്റുകളും മാം ആ റിഫ്രഷിംഗ് സെഷനില് ആ തേർഡ് പാർട്ടില് ലെസൺ 10 ഇല്ലേ, മോണ്ടിസറി ടേംസ് എന്ന് പറഞ്ഞിട്ട്, അതെനിക്ക് ആ 2 ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അത് ഇപ്പൊ എവിടെയാ ക്ലാസ് എന്നുള്ളത് എനിക്ക് തപ്പിയിട്ട് കിട്ടുന്നില്ല. അത് കുറച്ച് അതിന്റെ ഡെഫിനിഷൻസും ടേംസ് ഒക്കെ കുറച്ചൊത്തിരി നമുക്ക്
ക്ലാസ് കേൾക്കാത്തതുകൊണ്ടാണോ അറിയില്ല, കുറച്ച് ടഫ് ആയിട്ട് തോന്നുന്നുണ്ട്. കുറച്ച് ടഫാണ്. ആ. അത് ഞാൻ എന്തായാലും റിഫ്രഷിംഗ് സെഷൻ വെക്കുമ്പോ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഈ പാർട്ട് 3 ആ. മോണ്ടിസോറി മെത്തേഡും ആപ്ലിക്കേഷനും ആ മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ആ പാർട്ട് 3 ഫോക്കസ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ ടൈം എടുക്കുന്നത് അതിനായിരിക്കും. 1.5 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞില്ലേ, നമുക്ക് വേറൊരു ദിവസം ചോദിച്ചാൽ മാം എന്തായാലും ഡെഫിനറ്റ്ലി തരും. പിന്നെ ആ ഒരു പാർട്ട് 3 നിങ്ങൾ മനസ്സിലാക്കി പോയില്ലെങ്കിൽ ശരി പണിയാ. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാൻ തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവൻ റിജോയെ കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ. നേരത്തെ അങ്ങ് കൊടുക്കുവാണെങ്കിൽ ആ കുട്ടിക്ക് അത് അപ്ലോഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. മാക്സിമം സിമ്പിൾ ആയിട്ട് ഇടാം. പിന്നെ മോഡൽ എക്സാം, നമ്മളുടെ കുട്ടികൾക്കൊക്കെ ബോർഡ് എക്സാമിന് മോഡൽ എക്സാം ഭയങ്കര ടഫ് അല്ലേ. അത് കഴിഞ്ഞ് മെയിൻ എക്സാം വരുമ്പോൾ ഭയങ്കര ഈസി. മോഡൽ എക്സാം ഈസി ആയിട്ട് കൊടുക്കുമ്പോൾ അവരങ്ങ് റിലാക്സ്ഡ് ആവും എന്നൊക്കെയുള്ള ഒരു ഇത് വെച്ചിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നതല്ലേ. എന്റെ മോള് മോഡൽ എക്സാം 2 ഉണ്ടായിരുന്നു. സ്കൂള് നടത്തുന്ന മോഡൽ എക്സാം, ബോർഡ് നടത്തുന്ന മോഡൽ എക്സാം. സ്കൂള് നടത്തിയ മോഡൽ എക്സാം കഴിഞ്ഞപ്പോഴേക്കും അവളങ്ങ് തളർന്നു, വിഷമിച്ച്, സങ്കടപ്പെട്ട ആകെ ഇതായി. പക്ഷെ ബോർഡ് നടത്തിയ മോഡൽ എക്സാം ആയപ്പോ ആളാകെ ഹാപ്പിയായി. ഇപ്പൊ മെയിൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുക, ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുക. ഭയങ്കര ഹാപ്പിനെസ് ആണ്. നല്ല എളുപ്പമാണ് എന്നിങ്ങനെ പറയുമായിരുന്നു. ഇവിടെ 10th CBSE ബോർഡ് അങ്ങനെ തന്നെയായിരുന്നു. സ്കൂള് നടത്തിയ മോഡല് ടഫായിരുന്നു, കുട്ടികളെ ആകെ ടെൻഷനായി പോയി. പക്ഷെ അവരുടെ ബോർഡ് ഇപ്പൊ കഴിഞ്ഞ 3 ഭയങ്കര ഈസിയാണ്. അത് കാരണം അവരിപ്പൊ റിലാക്സ്ഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അവള് പറയായിരുന്നു എനിക്ക് 10th മാർക്ക് കിട്ടുന്ന എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. പ്രാർത്ഥിക്കുക, പഠിക്കുക. അങ്ങനെ അവരുടെ എഫേർട്ടിനുള്ള റിസൾട്ട് കിട്ടട്ടെ. സോ നമുക്ക് സമയം ഈ സമയമല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ ടൈമൊന്നും കളയണ്ട. കുട്ടികൾക്ക് എക്സാം അവരുടെ കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഓടിപ്പിടിച്ച് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഞാൻ ഉണ്ടാക്കിയത് കുറഞ്ഞു പോയി അങ്ങനെ വിചാരിച്ചാൽ അതൊന്നും ഇപ്പൊ ശ്രദ്ധിക്കണ്ട കേട്ടോ. അതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ. അതൊക്കെ ഉണ്ടാക്കാൻ അറിഞ്ഞാൽ മതി. വൈവയില് ഞാൻ ആ മെറ്റീരിയൽ കാണിക്കുന്നൊന്നും സ്പെസിഫിക് ആയിട്ട് ഞാൻ ആരോടും പറയില്ല. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നല്ലപോലെ പ്രസന്റ് ചെയ്യാൻ പറ്റണം. അല്ലാതെ സ്പെസിഫിക് ആയിട്ട് ഇത് പറഞ്ഞിട്ട് അത് എടുത്ത് കാണിക്കൂ എന്ന് പറഞ്ഞ് ചെയ്യില്ല. പക്ഷേ നമ്മളൊരു സ്കൂളിലേക്ക് ജോബിന് പോകാനാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കണം. പക്ഷെ അവിടെ ജോബ് തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ ഇനി ഉണ്ടാക്കണം എന്നുള്ളത് പിടികിട്ടും. അപ്പൊ നമ്മൾ എന്തായാലും ജോലിയുടെ ഭാഗമായിട്ട് അത് ചെയ്യുമല്ലോ. വൈവയ്ക്ക് പേടിക്കണ്ട. ഫസ്റ്റ് ബാച്ചിന് മൺഡേ ഓൺവേർഡ്സ് വൈവ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവരുടെ ഒരു 2 weeks 3 weeks ഒക്കെ ആകുമ്പോൾ നിങ്ങളുടെ മോഡൽ എക്സാം കഴിയുമ്പോഴേക്കും നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് ബാച്ച് വരെ ഇല്ലാത്ത ആരെങ്കിലും കാണുമല്ലോ. ആരുണ്ടോ? സോ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക. കുട്ടികളുടെ എക്സാം, നമ്മുടെ സ്വന്തം എക്സാം ഒക്കെ നോക്കിയിരിക്കുക. ഓക്കെ then. Okay, ma'am. Thank you. Okay, ma'am. Thank you, ma'am. Thank you, ma'am. Good night. ഗുഡ് നൈറ്റ് മാം. Ma'am. Thank you, ma'am. Good night. ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ബൈ. Good night. പറഞ്ഞോ മാം. ബൈ. താങ്ക് യു മാം. ഫോൺ ഹാങ്. മായ പറഞ്ഞു ഫോൺ ഹാങ് ആവുകയാണോ? ഇല്ല മിസ്സേ, ഫോൺ ഹാങ് ആയിപ്പോയോണ്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ ബൈ മാം. ബൈ. താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. മാം ഫുഡ് കഴിച്ചോ? കേൾക്കുന്നില്ല മാം. ഓക്കെ മാം, ബൈ. ഓക്കെ മാം.